പ്രേക്ഷകർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ട് രാവിലെ തുടങ്ങുകയാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ന്യൂസ് 18 ബിഗ് എക്സ്ക്ലൂസീവ്. ചെയ്യാത്ത കുറ്റത്തിന് കൊല്ലം സ്വദേശിയെ തെലങ്കാന പോലീസ് ജയിലിലാക്കി. രാമനാട്ടുകര സ്വദേശി ജിതിന് വിനയായത് വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ച സിം കാർഡ്. ജിതിൻ പെട്ടത് അജ്ഞാതർ നടത്തിയ കോടികളുടെ സൈബർ തട്ടിപ്പ് കേസിൽ. മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകും പോലെ. ഭാര്യയുടെ പേരിലും കേസ്. വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭയത്തിൽ കുടുംബം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ബിജെപിയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് വി മുരളീധരനെ ഉയർത്തിക്കാട്ടും. തന്ത്രമൊരുക്കുന്നത് കേന്ദ്ര നേതൃത്വം നേരിട്ട്. തലസ്ഥാന നഗരത്തിൽ പ്രവർത്തനം സജീവമാക്കി മുൻ കേന്ദ്രമന്ത്രി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഉമാ തോമസ് വീണ സംഭവത്തിൽ കൊച്ചി കോർപ്പറേഷനും ഗുരുതര പാളിച്ച. നഗരത്തിൽ നടന്ന വലിയ പരിപാടി അറിയാത്തത് മേയറുടെ ഉത്തരവാദിത്തക്കുറവെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ. സുരക്ഷ ഉറപ്പാക്കാത്ത പരിപാടികൾക്കും അനുമതി കൊടുക്കുന്നതായും ആക്ഷേപം. പാലോളി മുഹമ്മദ് കുട്ടി നടത്തിയ പാകിസ്ഥാൻ രൂപീകരണ പരാമർശത്തിൽ വൻ പ്രതിഷേധം. വിവാദമാകുന്നത് പാകിസ്ഥാൻ രൂപീകരണത്തെ കൂടുതൽ പിന്തുണച്ചത് മലപ്പുറത്ത് നിന്നുള്ളവരെന്ന അഭിപ്രായം. പാലോളി മലപ്പുറത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല. നിലമ്പൂർ ഉൾക്കാട്ടിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. മരിച്ചത് മാഞ്ചേരി കോളനിയിലെ മണി. കാട്ടാന ആക്രമണം ഇന്നലെ രാത്രി. സംസ്ഥാന സ്കൂൾ കലോത്സവം രണ്ടാം ദിനം. ആദ്യ ദിനം പാതിരാവോളം നീണ്ട മത്സരങ്ങൾ. കണ്ണൂർ മുന്നിൽ, പിന്നിൽ കോഴിക്കോട്. സിഡ്നിയിൽ ഇന്ന് സൂപ്പർ സൺഡേ. ഇന്ത്യ ഓസീസ് 5ാം ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക്. 162 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ഓസീസിന് മോശമല്ലാത്ത രണ്ടാം ഇന്നിംഗ്സ് തുടക്കം. വിശദമായ വാർത്തയിലേക്ക്. ഒരു വലിയ വാർത്തയിലേക്കാണ് ആദ്യം തന്നെ ഇന്ന് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഏറെ നാൾ ഉപയോഗിച്ച മൊബൈൽ സിം അലക്ഷ്യമായി ഉപേക്ഷിച്ചു. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ആ നമ്പർ ഉപയോഗിച്ച് മറ്റൊരു സംഘം കോടികളുടെ സൈബർ തട്ടിപ്പ് നടത്തി. നമ്പറിന്റെ ആദ്യ ഉടമയെ കാത്തിരുന്നത് ജയിലറയും കേസുകളുടെ പരമ്പരയുമാണ്. കൊല്ലം രാമനാട്ടുകര സ്വദേശി ജിതിനാണ് ഒരാഴ്ച തെലങ്കാന ജയിലിൽ കിടക്കേണ്ടി വന്നത്. ജിതിന്റെ ഭാര്യയുടെ പേരിലും കേസുണ്ട്. എപ്പോൾ വേണമെങ്കിലും വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന ഭയത്തിലാണ് കുടുംബം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു വ്യക്തികളായിരുന്നു. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കള്ളനെന്നുള്ള രീതി. എട്ട് 1-298-69077 ഈ മൊബൈൽ ഫോൺ നമ്പറാണ് കൊല്ലം രാമൻകുളങ്ങര സ്വദേശിയായ സഹകരണ ബാങ്ക് ജീവനക്കാരൻ ജിതിന്റെ ജീവിതത്തിൽ ഇരുട്ട് നിറച്ചത്. 2015 2019 ഉപേക്ഷിച്ച ഒരു നമ്പർ കാണിച്ചു. അതിനാ നമ്പറിനെ കുറിച്ച് എനിക്ക് ഒരു ഓർമ്മയില്ലായിരുന്നു. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് വേണ്ടാന്ന് വെച്ച സിമ്മാണെന്നുള്ളതൊക്കെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ട്രൂ കോളറിൽ സാദി ജിതിൻ ആരാണെന്ന് ചോദിച്ചു. സംഭവം ട്രൂ കോളറിൽ എൻ്റെ വൈഫ് ഉപയോഗിച്ച സിമ്മ്, എൻ്റെ ഐഡിയിൽ എടുത്ത സിമ്മ് വൈഫ് ഉപയോഗിച്ച് അതിൻ്റെ ട്രൂ കോളറിൽ അവളുടെ പേര് ഇന്നും നമ്മൾ നോക്കുമ്പോൾ ട്രൂ കോളറിൽ അവളുടെ പേരാണ് വരുന്നത്. ഹൈദരാബാദ് സ്വദേശി തൊഗാരി സുമന്റെ പരാതിയിലായിരുന്നു തെലങ്കാന പോലീസ് ജിതിനെ അറസ്റ്റ് ചെയ്തത്. BRMCN എന്ന ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ പണം നിക്ഷേപിച്ച സുമന് നഷ്ടമായത് 24,65,779 രൂപ. സുമനിൽ നിന്ന് തട്ടിയെടുത്ത 24 ലക്ഷത്തിൽ 10 ലക്ഷം രൂപ മാറ്റിയത് ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ ഇരിങ്ങാലക്കുട ബ്രാഞ്ചിലെ 604976724668 എന്ന അക്കൗണ്ടിലേക്ക്. തൃശൂർ മുകുന്ദപുരത്തുള്ള ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ ഉടമകളായ റിസൽദാബ് അബ്ദുൾ റസാഖ്,
നീതു എന്നിവരുടെ പേരിലുള്ളതാണ് ഈ അക്കൗണ്ട്. അക്കൗണ്ടിനൊപ്പം ബാങ്കിൽ നൽകിയ മെയിൽ ഐഡിയുമായി ബന്ധിപ്പിച്ചിട്ടുള്ളതാണ് ജിതിന്റെ പഴയ നമ്പറായ 8129690777. ഇതാണ് ജിതിനെ കേസുമായി ബന്ധിപ്പിച്ചതെന്നാണ് കരുതുന്നത്. എന്നാൽ ഇപ്പോൾ ഈ നമ്പർ മറ്റൊരാളുടെ പേരിലാണെന്ന് ജിതിൻ പറയുന്നു. ഈ നമ്പർ 17/7 വേറൊരാൾക്ക്, തൃശ്ശൂരുള്ള ഒരാൾക്ക് ഇഷ്യൂ ചെയ്തതായിട്ടാണ് നമ്മൾ സൈബർ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. റിസൾട്ട് ആപ്പ് അബ്ദുൾ റസാഖും നീതുവുമാണ് കേസിലെ ആദ്യ 2 പ്രതികൾ. 3-ാം പ്രതി ജിതിനും 4-ാം പ്രതി ജിതിന്റെ ഭാര്യ സോദിയും. എന്നാൽ ആദ്യ 2 പ്രതികളുമായി ഒരു ബന്ധവുമില്ലെന്ന് ജിതിൻ പറയുന്നു. അവരെ ആരെയും അറിഞ്ഞൂടാ. എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന സ്വാതി ജിതിൻ എന്ന് പറയുന്നത് എൻ്റെ വൈഫ്. അത് ട്രൂ കോളറിൽ വന്നതാണെന്ന് ഒരു ബന്ധവുമില്ല, യാതൊരുവിധ ബന്ധവുമില്ല. തെലങ്കാനയിലെ 5 കേസുകൾക്ക് പുറമെ എറണാകുളം, ബംഗളൂരു, പൂനെ, കോലാപ്പൂർ, സിലിഗുരി, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 35 കേസുകളാണ് ഉള്ളത്. ജിതിൻ കുറ്റം സമ്മതിച്ചെന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന്റെ അവകാശവാദം. എന്നാൽ ബാങ്ക് അക്കൗണ്ടോ ഫോൺ കോൾ വിശദാംശങ്ങളോ പോലീസ് പരിശോധിച്ചിട്ടില്ല. മൊബൈൽ നമ്പറിന്റെ ഇപ്പോഴത്തെ ഉടമയിലേക്ക് അന്വേഷണം എത്താത്തതിലും ദുരൂഹതയുണ്ട്. ഈ തെലങ്കാന പോലീസ് തന്നെ ഇവിടെ വന്നിട്ട് അവർ നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ മെത്തേഡ് അവർ യൂസ് ചെയ്തിട്ടില്ല. അവരിവിടെ വന്ന് പുള്ളിയുടെ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തന്നെ പ്രതി. ആളുകളുടെ കാഴ്ചപ്പാട് എന്നെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മാനസിക നില തെറ്റി ആത്മഹത്യയുടെ ആ ഒരു രീതിയിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരുന്ന കാര്യം. ഈ ഒരു സിമ്മും അഡ്രസ്സിൻ്റെയും പേര് മാത്രം ഞാൻ പൈസ എടുത്തു, എൻ്റെ അക്കൗണ്ടിലോട്ട് അന്നേരവും പൈസ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. മൊബൈൽ ഫോൺ നമ്പർ അടിക്കടി മാറ്റുകയും ഉപയോഗിച്ചിരുന്നവ ഉടമസ്ഥാവകാശം മാറ്റാതെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഫ്രീ സിം കിട്ടുമ്പോൾ കുറച്ചുനാൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്നവരുമുണ്ട്. അവർക്കൊക്കെ ഒരു പാഠമാകണം ജിതിൻ എന്ന ചെറുപ്പക്കാരൻ്റെ അവസ്ഥ. ഒപ്പം ഒരു തെറ്റും ചെയ്യാതെ വേട്ടയാടപ്പെടുന്ന ജിതിനും കുടുംബത്തിനും നീതിയും ഉറപ്പാകണം. വി വി അരുൺ, ന്യൂസ് 18, കൊല്ലം. സൈബർ തട്ടിപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ട ജിതിന് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത മനുഷ്യാവകാശ ലംഘനമാണ്. തട്ടിക്കൊണ്ടുപോകലിന് സമാനമായിട്ടായിരുന്നു ജിതിനെ തെലങ്കാന പോലീസ് കേരളത്തിൽ നിന്നും കടത്തിയത്. അതിനു മുൻപ് 2 ദിവസം ആരെയും അറിയിക്കാതെ കൊല്ലത്ത് ഹോട്ടലിൽ ബന്ദിയാക്കി. നിയമസഹായം നിഷേധിച്ച് ജയിലിലടച്ചു. പോലീസ് ഭീകരതയുടെ നടുക്കുന്ന ഓർമ്മകളിലാണ് ഈ കുടുംബം. ഈ മാസം 14-നായിരുന്നു ജിതിനെ തേടി ഒരു സംഘം വീട്ടിലെത്തിയത്. തെലങ്കാന പോലീസ് എന്ന് പരിചയപ്പെടുത്തി. 14-ാം തീയതി സംഭവിച്ചത് ഒരു സിനിമാ കഥ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ നിന്ന് എണീറ്റ് വന്നാണൊക്കെ പറയാൻ പറ്റും. കാര്യം അവർ വന്നു, ഒരു ഐ ഡി കാണിച്ച് തെലങ്കാന പോലീസിൽ നിന്നാണെന്ന് പറഞ്ഞു. ഇന്നണക്കൊരു ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവരുടെ അടുത്ത് കയറിയിരിക്കാൻ പറഞ്ഞു. അവർ ഹിന്ദിയിലാണ് സംസാരിച്ചത്. കയറി ഇരുന്നപ്പോൾ തന്നെ അവരെൻ്റെ അടുത്ത് ഫോൺ എടുക്കാൻ പറഞ്ഞ് അമ്മയെ കൊണ്ട് ഞാൻ അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എൻ്റെ പേഴ്സും ഫോണും എല്ലാം അവരെടുത്ത് ലോക്ക് അഴിപ്പിച്ച് അവരതിനകത്തുള്ള ഡീറ്റെയിലുകൾ നോക്കുന്നുണ്ടായിരുന്നു. അത് എന്താണെന്നുള്ളത് അറിഞ്ഞൂടെ. വന്നപ്പോഴേ ചോദിച്ചത് ജിതിൻ ശ്രീകുമാർ, ഇന്നണക്കൊരു അഡ്രസ്സ്, ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ജിതിന്റെ അമ്മ അലറിക്കരഞ്ഞു. സഹായത്തിന് നാട്ടുകാരെ വിളിച്ചു. അത് ആരോടും പറയണ്ടേ മോനെ, അമ്മ ചിറ്റപ്പനെ വിളിച്ചൊന്ന് പറ. അപ്പോൾ എനിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞ് ഞാൻ എവരെക്കാളും മുമ്പേ അപ്പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടെ, ഞാൻ പറഞ്ഞു എൻ്റെ മോനതാ 2 പേര് പിടിച്ചോണ്ട് പോകുന്നു, എന്തുവാന്ന് അന്വേഷിക്കണം ഒന്നും പറയാതെ അവർ പോവുക കൊണ്ടുവന്ന്. അന്നേരം അവരെല്ലാവരും കൂടെ ഇറങ്ങി വന്ന് തടഞ്ഞു. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം തെലങ്കാനയിലേക്ക് കൊണ്ടുപോകുന്നുവെന്ന് ആദ്യം പറഞ്ഞു. എന്നാൽ ആരെയും അറിയിക്കാതെ 2 ദിവസത്തോളം കൊല്ലത്ത് തുടർന്നു. ഇവിടുന്ന് നേരെ ഡീഫോർട്ടിൽ പോയി അന്ന് ശനിയാഴ്ച രാത്രി മൊത്തം അവിടെ, ഞായറാഴ്ച പകലും രാത്രിയും ഡീഫോർട്ടിലായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് എന്നെ കൊണ്ടുപോകുന്നത്. കസ്റ്റഡിയിലെടുത്ത് 3-ാം ദിവസം തെലങ്കാനയിലേക്ക് കൊണ്ടുപോയി. ജിതിന്റെ ഭാര്യ സഹോദരൻ ദീപക് പിന്നാലെ തെലങ്കാനയിലെത്തി. അവിടെ നടന്ന സംഭവങ്ങൾ ദീപക് പറയും. നമ്മൾ ഏർപ്പാടാക്കിയ വക്കീലിനെ കണ്ട്. അപ്പോൾ വക്കീലിനെ കണ്ട വക്കീൽ പറഞ്ഞത് രാത്രി ജാമ്യം എടുക്കാൻ പറ്റിയാണ്, പക്ഷേ അവർ ഡിലേ ചെയ്ത് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ വക്കീലിന് പറഞ്ഞു കൊടുത്തില്ല. വക്കീലിനെ മാക്സിമം താമസിപ്പിക്കാൻ നോക്കി. പിന്നെ പിറ്റേ ദിവസം വക്കീൽ അടുത്ത ജാമ്യം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് പിന്നെയും പോലീസുകാർ വീണ്ടും കേസ് ആ സർക്കിളിൽ തന്നെയുള്ള ഈ സെയിം അക്കൗണ്ടിലോട്ട് ട്രാൻസാക്ഷൻ ഫ്രോഡ് നടന്നിട്ടുണ്ട് ഒത്തിരി. അതിൽ വീണ്ടും ഒരു കേസ് പുള്ളിക്കാരൻ്റെ തലയിൽ വെച്ച് പിന്നെയും ബെയിൽ ഡിലേ ആക്കി. അന്വേഷണത്തിന്റെ ഭാഗമായി ജിതിനിൽ നിന്ന് പിടിച്ചെടുത്ത ക്രെഡിറ്റ് കാർഡും തിരിച്ചറിയൽ രേഖകളും ഇപ്പോഴും തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലാണ്. പക്ഷേ ഇതേ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇന്നലെ കൊച്ചിയിൽ നടന്നത് 4600 രൂപയുടെ പർച്ചേസ്. അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ചതിനും ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലടച്ചതിനും തെലങ്കാന പോലീസിനെതിരെ ജിതിന്റെ കുടുംബം നിയമ നടപടി തുടങ്ങിക്കഴിഞ്ഞു. ഒപ്പം യഥാർത്ഥ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട്
കേരള പോലീസിലും പരാതി നൽകി. വി അരുൺ, ന്യൂസ് 18, കൊല്ലം. വാർത്ത റിപ്പോർട്ട് ചെയ്ത വി അരുൺ തന്നെ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അരുൺ, നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്നിപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കണമെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് അരുണിന്റെ ഈ റിപ്പോർട്ട് പങ്കുവെക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചതെന്ന് ഓർക്കുമ്പോൾ ഒരു സിനിമാ കഥ എന്ന് തന്നെയാണ് ജിതിൻ തന്നെ പറയുന്നത്, അല്ലേ? തീർച്ചയായും രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്ന്, നമ്മൾ വളരെ അലക്ഷ്യമായി പലപ്പോഴും മൊബൈൽ ഫോൺ സിം പുതിയ നമ്പറുകൾ വരുമ്പോൾ പഴയ കാർഡുകൾ സിം കാർഡുകൾ മാറ്റുന്നു, പുതിയ നമ്പറിലേക്ക് പോകുന്നു. പഴയത് എന്ത് ചെയ്തു എന്ന് പലരും അന്വേഷിക്കാതെ പോകുന്ന സാഹചര്യമുണ്ട്. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഒരു മൊബൈൽ നമ്പർ ഉപയോഗിക്കുന്നു, അത് പിന്നീട് നമ്മൾ കൃത്യമായി അതിൻ്റെ ഉടമസ്ഥാവകാശം മാറാതെ ഉടമസ്ഥാവകാശം മാറ്റാതെ ഉപേക്ഷിച്ചാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത്, അതാണ് ഈ ജിതിൻ്റെ അനുഭവം വിരൽ ചൂണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വലിയ രീതിയിൽ അപകടകരമായ ഒരു സാഹചര്യമാണ്. പലർക്കും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാം. ജിതിന്റെ പേരിൽ ഇപ്പോൾ 2 കേസാണ് എടുത്തിട്ടുള്ളത്. അത് സെക്കന്ദരാബാദിൽ മാത്രം 6 കേസുകൾ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മറ്റു പല സംസ്ഥാനങ്ങളിലും, കേരളത്തിൽ, എറണാകുളം അടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി ഈ തട്ടിപ്പ്, ഈ ഇരിങ്ങാലക്കുടയിലെ ലാറ്റെ ലൈഫ് കോഫി എസ്റ്റേറ്റ് എന്ന സ്ഥാപനത്തിന്റെ പേരുള്ള അക്കൗണ്ടിലേക്ക് വന്ന പണം അത് നിരവധി സ്ഥലങ്ങളിലേക്ക് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഇതൊരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അവരുടെ മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട്. അത്തരത്തിൽ നിരവധി കേസുകൾ, ഇതിൽ പലതിനും പ്രതിയാക്കപ്പെടാമെന്നൊരു അവസ്ഥയിലാണ് ജിതിൻ. അതും മനസ്സറിയാത്ത കുറ്റത്തിന്, ഒരു കാരണവശാലും ബന്ധമില്ലാത്ത ആളുകൾ ചെയ്ത ഒരു ക്രൈമിന് ജിതിൻ 7 ദിവസമാണ് തെലങ്കാന ജയിലിൽ കിടന്നത്. ജിതിന്റെ ഭാര്യ സ്വാതിയുടെ പേരിലും കേസുണ്ട്. സ്വാതി ചെയ്ത കുറ്റമെന്ന് പറയുന്നത് ഈ ജിതിന്റെ പേരിൽ മുൻപുണ്ടായിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ആ സിം കാർഡ് കുറച്ചുനാൾ സ്വാതി ഉപയോഗിച്ചിരുന്നു. അതിൽ ട്രൂ കോളർ ഐഡിയിൽ സ്വാതിയുടെ പേരാണ് ഇപ്പോഴും വരുന്നത്. അതായത് ആ നമ്പർ ഡയൽ ചെയ്താൽ സ്വാതി ജിതിൻ എന്ന പേരാണ് വരുന്നത്. അതാണ് സ്വാതി പ്രതിയാകാൻ കാരണം. അതായത് ഒരു കാരണവശാലും ഇവർക്ക് ബന്ധമില്ലാത്ത ഒരു തട്ടിപ്പ്, പണ്ടെങ്ങോ ഉപയോഗിച്ച് 5 വർഷം മുമ്പ് ഉപേക്ഷിച്ച ഒരു മൊബൈൽ നമ്പർ, അത് സ്വാഭാവികമായും ഉപയോഗിക്കാതിരിക്കുമ്പോൾ ഡീആക്ടിവേറ്റ് ആകും. അത് പിന്നീട് മറ്റൊരാൾക്ക് നൽകും. ആ മറ്റൊരാൾക്ക് നൽകിയ ശേഷവും ഇപ്പോഴും അതിന്റെ ഉടമസ്ഥാവകാശം പഴയ ഉടമകളിലേക്ക് അല്ലെങ്കിൽ ഉടമസ്ഥനിലേക്ക് പോലീസ് അന്വേഷിച്ചെത്തിയെന്നാണ് ഏറ്റവും അപകടകരമായ കാര്യം. ജിതിൻ നൽകിയ ജിതിന്റെ പേരുണ്ടായിരുന്ന സിം കാർഡ് ഈ കഫേ ഈ പുതിയ കമ്പനി തുടങ്ങുമ്പോൾ അവർ അതിനൊപ്പം തന്നെ ജിമെയിൽ അക്കൗണ്ടിൽ ഈ നമ്പർ കൂടി നൽകിയിരുന്നു. അതാണ് ജിതിനിലേക്ക് പോലീസിനെ എത്തിച്ചത്. അതാണ് ഈ നമ്മൾ ഈ വാർത്തയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവമുള്ള ഒരു വശം. മറ്റൊരു വശം, കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് ജിതിനും കുടുംബത്തിനും നേരിടേണ്ടി വന്നത്. നമുക്കറിയാം, കേരളവും രാജ്യവുമൊക്കെ വളരെയധികം പുരോഗമിച്ചെന്ന് പറയുന്നു. സ്വാതന്ത്ര്യം എല്ലാ അർത്ഥത്തിലും ലഭിച്ച നാടെന്ന് പറയുന്നു. പക്ഷേ ജിതിന്റെ കാര്യം സംഭവിച്ചത് അങ്ങനെയല്ല. മറിച്ചാണ്, ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു. വൈകിട്ടോടുകൂടി 3-4 ആളുകൾ അവിടേക്ക് വരുന്നു. തങ്ങൾ തെലങ്കാന പോലീസ് എന്ന് പരിചയപ്പെടുത്തുന്നു. അവരുടെ ID കാർഡ് മൊബൈൽ ഫോണിൽ കാണിക്കുന്നു. നിങ്ങളുടെ പേരിൽ ക്രൈമുണ്ട്, അത് സൈബർ ക്രൈമാണ്, നിങ്ങൾ ഞങ്ങൾക്കൊപ്പം വരണം എന്ന് പറയുന്നു. ഈ നമ്പർ അദ്ദേഹത്തിന് ഓർമ്മയില്ല. ജിതിനെ നമ്പർ കാണിക്കുമ്പോൾ നമ്പർ ഓർമ്മയില്ല, പണ്ടുള്ള നമ്പറാണ്. ഈ സ്വാതി ജിതിനെ ആര് ചോദിക്കും, ഭാര്യയാണെന്ന് പറഞ്ഞെങ്കിൽ ഭാര്യയോടും കാര്യങ്ങൾ വിശദീകരിക്കാൻ, ഭാര്യ മറ്റൊരു വീട്ടിലാണ്, കരുനാഗപ്പള്ളി മറ്റൊരു വീട്ടിലാണിപ്പോൾ, അവരുടെ വീട്ടിലാണിപ്പോൾ കഴിയുന്നത്. അവിടേക്ക് പോകണമെന്ന് പറയുന്നു. അവിടെ കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ വീട്ടുകാർ, അമ്മ ബഹളമുണ്ടാക്കുന്നു, നാട്ടുകാരെ കൂട്ടുന്നു. നാട്ടുകാർ വന്ന് ചോദ്യം ചെയ്യുമ്പോൾ ലോക്കൽ സ്റ്റേഷൻ അറിയിക്കാതെയാണ് പോലീസുകാർ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിന്നീട് ലോക്കൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് ട്രാൻസിറ്റ് വാറണ്ട് കൊല്ലം മജിസ്ട്രേറ്റ് കോടതി ഹാജരാക്കി ട്രാൻസിറ്റ് വാറണ്ട് വാങ്ങുന്നു. അങ്ങനെ ഹാജരാക്കിയാൽ 24 മണിക്കൂറിനുള്ളിൽ അടുത്ത എവിടെയാണോ അവിടെ കൊണ്ടുപോയി ആ സ്റ്റേഷനിൽ അവിടുത്തെ കോടതിയിൽ ഹാജരാക്കി ജയിലിലടക്കണം, അല്ലെങ്കിൽ കോടതി ജാമ്യം നൽകും. ഇതാണ് നിയമം. പക്ഷേ അവിടെ ഉണ്ടായത് അങ്ങനെയല്ല. 48 മണിക്കൂറിലേറെ ജിതിനെ കൊല്ലം തങ്കശ്ശേരിയിലെ ഒരു ഹോട്ടലിൽ ആരോടും പറയാതെ രഹസ്യമായി കസ്റ്റഡി വെച്ചു എന്നാണ് തെലങ്കാന പോലീസ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട കുറ്റം എന്ന് പറയണം. കാരണം 48 മണിക്കൂർ വീട്ടുകാരെ പോലും അറിയിക്കാതെ തങ്കശ്ശേരിയിലെ ഹോട്ടലിൽ പാർപ്പിക്കുന്നു. അവിടെ നിന്ന് വീണ്ടും 3-ാം ദിവസം സെക്കന്ദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെയും ഈ പോലീസ് പറയുന്നൊരു കാര്യം, നിങ്ങൾക്ക് ജാമ്യം കിട്ടണമെങ്കിൽ ഞങ്ങൾ അഭിഭാഷകൻ അവിടെ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ഇവിടെ നിന്നൊരാളെ, കേരളത്തിൽ നിന്നൊരാളെ തെലങ്കാന പോലീസ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ കേരള പോലീസിന്റെ കൂടെ അറിവോടെ വേണമല്ലോ. അതവിടെ നടന്നിട്ടില്ല എന്നാണോ, അതോ കേരള പോലീസിന്റെ സഹായത്തോടെ തന്നെയാണോ ജിതിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? അശ്വതി, ഈ
തെലങ്കാന പോലീസ് ജിതിന്റെ വീട്ടിൽ വരുമ്പോൾ അത് കേരള പോലീസ് അറിയിച്ചതില്ല. ഒരുപക്ഷേ ജിതിന്റെ അമ്മ അവിടെ ജിതിന്റെ അച്ഛൻ വയസ്സായ ആളാണ്, അദ്ദേഹത്തിന് എഴുതി നടക്കാൻ കഴിയാത്ത ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണ്. അമ്മയും ജിതിനും ഈ അച്ഛനും മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ അമ്മ അവരുടെ ഒരു കടുത്ത വേദനയ്ക്കിടയിലും ആശങ്കയ്ക്കിടയിലും ഒരു മനസാന്നിധ്യം കാട്ടുകയും നമ്മോട് പറഞ്ഞതുപോലെ നാട്ടുകാരെ ബന്ധുക്കളെയൊക്കെ വിളിച്ചുകൂട്ടി ഒരു പ്രദേശത്ത് നാട്ടുകാർ കൂടി അവർ ഇവരെ തടഞ്ഞു. ഇല്ലെങ്കിൽ ജിതിനെ അക്ഷരാർത്ഥം തട്ടിക്കൊണ്ടുപോകും പോലെ ഈ പോലീസ് കൊണ്ടുപോയേനെ. അങ്ങനെ തടഞ്ഞതിന്റെ പേരിൽ നാട്ടുകാർ കൊല്ലം വെസ്റ്റ് പോലീസിനെ അറിയിക്കുന്നു. പോലീസ് അവിടെ എത്തുന്നു. ജിതിനെയും ഈ തെലങ്കാന പോലീസ് എന്ന് പറഞ്ഞു വന്ന ആളുകളെയും സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ഈ ഉദ്യോഗസ്ഥർ ഇതിന്റെ പേരിലുള്ള കേസും മറ്റു കാര്യങ്ങളും വിശദീകരിക്കും. സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ കേരള പോലീസിനെ അവരെ അറിയിച്ചിട്ട് വരണമായിരുന്നുള്ള നിയമമാണ്. പക്ഷെ അതുണ്ടായില്ലെങ്കിൽ പോലും പിന്നീട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ കാര്യം വിശദീകരിക്കുമ്പോൾ കേരള പോലീസ് ജിതിനെ അവർക്കൊപ്പം വിടാൻ തയ്യാറാവുകയായിരുന്നു. അതിനുശേഷം കോടതിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നടപടിക്രമം തന്നെയാണ്. പക്ഷേ കോടതിയിൽ ഹാജരാക്കിയാൽ 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും ആ സ്റ്റേഷനിൽ ഏത് സ്റ്റേഷനിലുള്ള കേസുള്ളത് അവിടുത്തെ അധികാര പരിധിയിലുള്ള കോടതിയിൽ കൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കണം. പക്ഷെ അതുണ്ടായില്ല. അവിടെയാണ് വീണ്ടും ഈ പോലീസിന്റെ കള്ളക്കളി പുറത്തു വന്നത്. 48 മണിക്കൂറോളം തങ്കശ്ശേരിയിലെ ഹോട്ടലിൽ രഹസ്യമായി കസ്റ്റഡിയിൽ വെച്ചു. അങ്ങനെ കസ്റ്റഡിയിൽ വയ്ക്കാൻ പോലീസിന് അധികാരമില്ല. അങ്ങനെയാണ് വീട്ടുകാരെ അറിയിച്ചിട്ടില്ല. അഭിഭാഷകന്റെ സാന്നിധ്യം ഉണ്ടാകണം. ആ അഭിഭാഷകനെ അറിയിച്ചിട്ടില്ല. പകരം ഞങ്ങളൊരു അഭിഭാഷകനെ ഏർപ്പാടാക്കാം, അവിടെ അയാൾക്ക് പൈസ കൊടുത്താൽ ജാമ്യം കിട്ടുമെന്ന് പറയുക. അങ്ങനെ അതും ഉണ്ടായില്ല. അതിനുശേഷം ജിതിന്റെ ഭാര്യ സഹോദരൻ 23 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. അയാളുടെ ഒരു മനസാന്നിധ്യവും ഒരു ധൈര്യവും കൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകേണ്ടതാണ്. ജിതിനെ കൊണ്ടുപോകുന്ന വിവരമറിഞ്ഞ് ഇയാളും ഈ ദീപക്കും ഹൈദരാബാദിലേക്ക് പോകുന്നു. അവിടെ അഭിഭാഷകൻ ഏർപ്പാടാക്കുന്നു. പക്ഷേ ആ അഭിഭാഷകനെ എവിടെയാണ്, ഏത് സ്റ്റേഷനിലാണ്, ഏത് മജിസ്ട്രേറ്റ് മുന്നിലാണ് ഹാജരാക്കുന്നത് പറഞ്ഞ് കൃത്യവിവരം നൽകാതെ ഈ പോലീസ് വീണ്ടും വട്ടം കറക്കുന്നു. ജിതിനെ മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കുന്നു. മജിസ്ട്രേറ്റ് അഭിഭാഷകർക്കായി കാത്തു നിൽക്കുന്നു. പക്ഷേ ഏറെ സമയവും കഴിഞ്ഞിട്ടും അഭിഭാഷക വരാത്തിനെ തുടർന്ന് നിങ്ങളെ പോലീസ് കസ്റ്റഡി വയ്ക്കാൻ കഴിയില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളെ ജയിലിലേക്ക് അയക്കുന്നു. അതായത് ഒരു അഭിഭാഷകം ഉണ്ടായതുകൊണ്ട് പക്ഷേ അന്ന് തന്നെ ജാമ്യം കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അതുണ്ടായില്ല. അവിടെ നിയമസഹായം നൽകണമെന്ന പ്രാഥമിക ഉത്തരവാദിത്തം പോലും തെലങ്കാന പോലീസ് മറയ്ക്കുന്നു. അങ്ങനെ കടുത്ത മനുഷ്യാവകാശ ലംഘനം ഈ ചെറുപ്പക്കാർ നേരിടേണ്ടി വരുന്നു. ജയിലിലേക്ക് അയക്കപ്പെടുന്നു. 2ാം ദിവസം ഈ ദീപക് അവിടെ എത്തി അഭിഭാഷകരുമായി ചെല്ലുമ്പോൾ മറ്റൊരു കേസ് കൂടി, അതായത് ഈ കേസ് ജാമ്യം സ്വാഭാവികമായി ലഭിക്കേണ്ടതാണ്. പക്ഷേ അത് ഉണ്ടാകുന്നതിന് പകരം മറ്റൊരു കേസ് കൂടി ജിതിന്റെ തലയിൽ ചുമത്തുന്നു. ജിതിനെ വീണ്ടും ജയിലിലടയ്ക്കുന്നു. അങ്ങനെ 7 ദിവസമാണ് ഈ ചെറുപ്പക്കാരൻ ജയിലിൽ കിടന്നത്. ആ തെലങ്കാന പോലീസിന്റെ, തെലങ്കാനയിലെ ഭരണ സംവിധാനങ്ങളുടെ പിടിപ്പുകേട് അല്ലെങ്കിൽ എത്രത്തോളം മനുഷ്യാവകാശ ലംഘനം അവിടെ നടന്നു എന്നൊക്കെ കൃത്യമായി ജിതിനും അതുപോലെ ദീപക്കും നമ്മോട് സംസാരിക്കും. 3-ാം നാളാണ് തന്റെ ഏതെങ്കിലും പരിചയമുള്ള ഒരാളെ, ഭാഷ അറിയാത്ത ഒരു നാട്ടിൽ ചെയ്യാത്ത തെറ്റിന് പണ്ടെങ്ങ് ഒരു മൊബൈൽ ഫോൺ സിം ഉപയോഗിച്ചു എന്ന പേരിൽ ഒരു ചെറുപ്പക്കാരൻ ജയിലിലടക്കപ്പെടുന്നു. ഒരുപക്ഷെ ഈ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇങ്ങനെയും സംഭവിക്കുമോ നമ്മുടെ നാട്ടിൽ? കേരളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടു പോകും പോലെ പോലീസ് കസ്റ്റഡി കൊണ്ടുപോകുന്നു, പിന്നീട് മറ്റൊരിടത്ത് കൊണ്ട് ജയിലിലടക്കുന്നു. അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ജിതിനെ എല്ലാ രേഖകളും, മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള, അതുപോലെ ID പ്രൂഫുകളെല്ലാം, ആധാറും ATM കാർഡുകളും ക്രെഡിറ്റ് കാർഡും ഒക്കെ ഈ പോലീസ് സംഘം കൈക്കലാക്കും. സ്വാഭാവികമായി അവർ ഈ അന്വേഷണ ഭാഗമായി ശേഖരിച്ച് വെക്കാം. പക്ഷേ അവിടെയാണ് ഈ തെലങ്കാന പോലീസ് യഥാർത്ഥ പോലീസാണോ എന്ന് പോലും നമുക്ക് പലപ്പോഴും നമ്മൾ ഈ വാർത്ത നമ്മുടെ ന്യൂസ് ഡെസ്കിൽ ചർച്ച ചെയ്യുമ്പോൾ ഇങ്ങനെ പോലീസ് തട്ടിക്കൊണ്ടു പോകുമോ, ഇങ്ങനെ പോലീസ് ഹാജരാക്കുമോ എന്ന സംശയം പലരും ഉന്നയിച്ചു. അതിന് ആ സംശയത്തിന് ബലം നൽകുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചു. മെനങ്ങാന്ന് ജിതിൻ മറ്റൊരു ഫോൺ എടുക്കുകയും ഈ നമ്പർ ഡ്യൂപ്ലിക്കേറ്റ് സിം ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഒരു മെസ്സേജ് വരുന്നു. കൊച്ചിയിലെ ഡെക്കാത്തൺ എന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് 4,500 രൂപയോളം വരുന്ന ഒരു ജാക്കറ്റ് ജിതിന്റെ പോലീസ് കസ്റ്റഡിയിലുള്ള, തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലുള്ള ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തിരിക്കുന്നു എന്നൊരു സന്ദേശം കൂടി വരുന്നു. അതാണ് ഈ പോലീസ് സംഘത്തിന്റെ കൊള്ളയുടെ മറ്റൊരു തെളിവായി നമുക്ക്, അല്ലെങ്കിൽ അവർ എത്രത്തോളം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടി. എങ്ങനെയാണ് പോലീസ് കസ്റ്റഡിയിലുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് എറണാകുളത്ത് ഇതേ ആരെങ്കിലും ഉപയോഗിക്കുന്ന ചോദ്യം കൂടി വരുന്നു. അപ്പോൾ എന്തൊക്കെയോ കള്ളക്കളികൾ ഈ പോലീസ് സംഘത്തിന്റെ ഭാഗത്ത് ഇനിയും നടക്കുന്നു, ഇപ്പോഴും തുടരുന്നു. മാത്രമല്ല ഈ ജിതിൻ 2ാമത്തെ കേസിലും പ്രതിയായി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം ജിതിന്റെ അഭിഭാഷകൻ പറഞ്ഞത് ഇനി ഇവിടെ തുടരരുത്, കാരണം 6 കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഏത് നിമിഷവും നിങ്ങളെ അതിലും പ്രതിയേർക്കാം, മറ്റ് സംസ്ഥാനങ്ങളിലെ പോലീസും അന്വേഷിച്ചു വരാം. അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ജിതിൻ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ കുടുംബം മാറുകയാണ്. മാത്രമല്ല ജിതിൻ ഒരു സഹകരണ ബാങ്ക് ജീവനക്കാരനാണ്. ഇത്തരത്തിൽ ഒരു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതിയാക്കപ്പെട്ടയാൾ എന്ന നിലയിൽ ആ സ്ഥാപനത്തിൽ നിന്ന് ജിതിനെ സസ്പെൻഡ് ചെയ്തു. ജിതിൻ നമ്മോട് കരഞ്ഞുകൊണ്ട് പറയുന്നത് കള്ളനെ പോലെ ആളുകൾ കാണുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. മനസ്സറിയാത്ത തെറ്റിന് പണ്ടെങ്ങ് ഒരു മൊബൈൽ
ഫോൺ നമ്പർ ഉപയോഗിച്ചതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരൻ ഇപ്പോൾ അനുഭവിക്കുന്ന വേദന, അതിൻ്റെ പീഡനങ്ങൾ വളരെ വലുതാണ്. ഒരുപക്ഷെ നമ്മുടെ സർക്കാരും മനുഷ്യാവകാശ സംവിധാനങ്ങളും ഒക്കെ ഇടപെടേണ്ട കാര്യം കൂടിയാണ്. മലയാളിയായ ഒരാളെ വീട്ടിൽ വന്ന് തെലങ്കാന പോലീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള നിയമങ്ങളും പാലിക്കാതെ, അറസ്റ്റിനുള്ള കീഴ്വഴക്കങ്ങൾ, നിയമപരമായ ചട്ടങ്ങളൊന്നും പാലിക്കാതെ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന സമാനമായി കടത്തിക്കൊണ്ടുപോവുക, 2 ദിവസത്തോളം ഇവിടെ രഹസ്യമായി തടവിൽ പാർപ്പിക്കുക, പിന്നീട് ഓരോ കേസുകളായി തലയിൽ വെക്കാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള വലിയ വളരെ ഗൗരവമുള്ള വിഷയമാണ് BVR ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ന്യൂസ് 18 ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു ജാഗ്രത കൂടി, ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകുന്നത്. നമുക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു വലിയ തട്ടിപ്പ്, സൈബർ തട്ടിപ്പിന്റെ ഒരു വലിയ ഒരു വാർത്തയാണ് ന്യൂസ് 18 ഇന്ന് രാവിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. മറ്റു വാർത്തയിലേക്ക്. നിലമ്പൂർ ഉൾക്കാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് മരിച്ചു. മലപ്പുറം കരുളായി മാഞ്ചേരി പൂച്ചപ്പാറ കോളനിയിലെ മണിയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ഇയാളെ കാട്ടാന ആക്രമിച്ചത്. CV അനുമോദാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനുമോദ്, വീണ്ടും കാട്ടാന ആക്രമണത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. നിലമ്പൂർ ഉൾക്കാട്ടിനുള്ളിൽ കാടിന്റെ ഏറ്റവും ഉൾഭാഗത്തായി താമസിക്കുന്ന വിഭാഗക്കാരാണ് ഈ ചോല നായ്ക്കർ. അവരിൽ ഒരാളാണ് ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചത്. ഇവർ വിഭവങ്ങൾ ശേഖരിച്ച് തിരിച്ചു വരുമ്പോൾ കാട്ടാനയുടെ മുന്നിൽ അകപ്പെടുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. പക്ഷേ മണിക്ക് ഓടി രക്ഷപ്പെടാനായില്ല. മണിയെ കാട്ടാന ആക്രമിച്ചു. തുടർന്ന് കാട്ടിനുള്ളിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉള്ളിലാണ് ഇവർ ആക്രമണത്തിന് താമസിക്കുന്ന സ്ഥലവും ആക്രമിക്കപ്പെട്ട സ്ഥലവും. അവിടെ നിന്നും ഇദ്ദേഹത്തെ കരുളായിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്നും ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്ന വഴിയാണ് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമായത്. നിലവിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലാണ് മണിയുടെ മൃതദേഹം ഉള്ളത്. കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഈ ചോലനായ്ക്ക് വിഭാഗത്തിലെ മൂപ്പനായ മാതൻ, അദ്ദേഹവും 2 വർഷം മുൻപ് ആ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഈ ചോലനായ്ക്കർ എന്ന വിഭാഗക്കാർ തന്നെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രാഗ് ഗോത്ര വംശക്കാരാണ്. സാധാരണ ആദിവാസികളെക്കാൾ ഉൾക്കാടിനോട് ചേർന്ന് താമസിക്കുന്നവരാണ് ഉള്ളത്. അവരിൽ ഒരാളാണ് ഇന്നലെ രാത്രി ഈ ഒരു ദാരുണമായി കൊല്ലപ്പെട്ടത്. എന്നാണെങ്കിലും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇത് സാധാരണ മറ്റൊരു ഇപ്പോൾ ഏറ്റവും അധികം വന്യജീവി ആക്രമണം ഉണ്ടാകുന്നത് പോലെയല്ല എന്നതുകൂടി നമ്മൾ പറയണം. ഇത് കാട്ടാന നാട്ടിലിറങ്ങി ഉണ്ടാക്കിയ ആക്രമണമല്ല, മറിച്ച് ഉൾക്കാട്ടിലുണ്ടായ ഒരു സംഭവമാണ് ഇത്. അശ്വതി, ശരി. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം നഗരഭരണം പിടിക്കാൻ BJPയുടെ സർജിക്കൽ സ്ട്രൈക്ക്. മേയർ സ്ഥാനത്തേക്ക് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനെ ഉയർത്തിക്കാട്ടി മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകി. മുരളീധരൻ നഗരം കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങി. ഈ പരീക്ഷണം ഫലം ചെയ്യുമോ എന്ന് കണ്ടെത്താൻ ലക്ഷങ്ങൾ മുടക്കി സ്വകാര്യ ഏജൻസിയെ സർവേക്കും നിയോഗിച്ചു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിയമം വഴി നിയമസഭയിലേക്കും തൃശൂരിലൂടെ ലോക്സഭയിലേക്കും എത്തിയ BJPയുടെ അടുത്ത ലക്ഷ്യം തലസ്ഥാന നഗരഭരണമാണ്. നഗരം പിടിക്കാൻ കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഇവിടെ നിന്ന് തന്നെ 1-ലേറെ സീറ്റുകൾ ഉറപ്പെന്നും അവർ വിശ്വസിക്കുന്നു. അതിനാലാണ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള നീക്കം. ഭരണമുറപ്പിച്ചാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP തലസ്ഥാനത്തിറങ്ങിയത്. ശക്തമായ പോരാട്ടം നടത്തിയെങ്കിലും CPMനെ മറികടക്കാനായില്ല. പക്ഷേ ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് NDAയുടെ നീക്കം. മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ മുരളീധരൻ നിയമസഭയിലേക്ക് മത്സരിച്ചത് കഴക്കൂട്ടത്താണ്. അവിടെ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ മുരളീധരന് കഴിഞ്ഞിട്ടുണ്ട്. മുരളി മേയർ സ്ഥാനാർത്ഥിയായാൽ കഴക്കൂട്ടം മേഖലയിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. വട്ടിയൂർക്കാവ്, നേമം നിയമസഭാ മണ്ഡലങ്ങളിലെ നഗരസഭാ വാർഡുകളിൽ BJPക്ക് മേൽക്കൈയുണ്ട്. കഴക്കൂട്ടത്തും പ്രകടനം മെച്ചപ്പെടുത്താനായാൽ ഭരണം ഉറപ്പെന്നാണ് കണക്കുകൂട്ടൽ. മുരളീധരനെ മേയർ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ BJPക്കും യോജിപ്പാണ്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങളിൽ മികവ് തെളിയിച്ച ഏജൻസിയാണ് തലസ്ഥാനത്തും BJPക്ക് വേണ്ടി സർവേ തുടങ്ങിയത്. V മുരളീധരന്റെ സാന്നിധ്യം എത്ര കണ്ട് ഗുണം ചെയ്യുമെന്നാണ് പരിശോധിക്കുന്നത്. ഒപ്പം BJPയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും ഇവർ മെനയും.
കഴിഞ്ഞ തവണ പരാജയപ്പെട്ട വാർഡുകൾ പിടിച്ചെടുക്കാൻ പ്രത്യേക പദ്ധതിയും BJP ആരംഭിച്ചിട്ടുണ്ട്. മുരളീധരന് പുറമെ മറ്റു ചില സസ്പെൻസ് സ്ഥാനാർത്ഥികളെ കൂടി രംഗത്തിറക്കാനും ശ്രമം തുടരുകയാണ്. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഡാൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, ഗുഡ് മോർണിംഗ്. നഗരം പിടിക്കാൻ കൈമൈ മറന്ന് BJP ഇറങ്ങുകയാണ്. തന്ത്രപരമായാണ് നീക്കം, അല്ലേ? അശ്വതി, ഗുഡ് മോർണിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ എല്ലാ പാർട്ടികളും രഹസ്യമായി തന്നെ ഇതിനോടകം തുടങ്ങിയതാണ്. അതിനിടയിലാണ് BJP കേന്ദ്രങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തെ തന്നെ വളരെ തരത്തിൽ സ്വാധീനിക്കുന്ന തരത്തിലുള്ള നിർണായകമായ ഒരു നീക്കം നടത്തുന്നത്. അതായത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരനെ തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുക്കുന്നതിനായി മുൻപിൽ നിന്ന് നയിക്കാനുള്ള ഒരു നിർണായകമായ തീരുമാനത്തിലേക്ക് BJPയുടെ ദേശീയ നേതൃത്വം എത്തുന്നു. കഴിഞ്ഞ തവണ 52 സീറ്റുകളായിരുന്നു LDF-നുണ്ടായിരുന്നത്. 35 സീറ്റിൽ UDF-ഉം 35 സീറ്റിൽ BJP-യും 10 സീറ്റിൽ UDF-ഉം വിജയിക്കുന്ന തരത്തിലായിരുന്നു നഗരസഭയിലെ കക്ഷിനില. അവിടെ ഈ 35 എന്നുള്ളത് 50-ന് മുകളിലേക്ക് കടത്താൻ V മുരളീധരന്റെ സാന്നിധ്യത്തിലൂടെ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ് BJPയുടെ നേതൃത്വം. അതുകൊണ്ട് തന്നെയാണ് V മുരളീധരനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു നിർണായകമായ രാഷ്ട്രീയ നീക്കത്തിന് BJP കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത്. BJPയുടെ ദേശീയ നേതൃത്വമാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വവും അതിനോട് പിന്തുണ അറിയിക്കുകയായിരുന്നു. പിന്നീടാണ് മഹാരാഷ്ട്രയിലും കർണാടകത്തിലുമൊക്കെ ഈ ഇലക്ഷൻ റിസർച്ച് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്വകാര്യ ഏജൻസി ഇതിന്റെ ഫലം എന്താകുമെന്ന് അറിയുന്നതിന് വേണ്ടി തലസ്ഥാനത്ത് വൻ തുക ചെലവഴിച്ച് അവർ ഈ സർവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സർവേയുടെ തീരുമാനങ്ങളും അവർ മെനയുന്ന രാഷ്ട്രീയ തന്ത്രങ്ങളും BJPയുടെ മത്സര രംഗത്തേക്ക് കടന്നു വരുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളിൽ നിർണായകമായി മാറുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാളെ തിരുവനന്തപുരം നഗരത്തിന്റെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് BJP ഒരുങ്ങുമ്പോൾ അത് LDF-നും UDF-നും ഉണ്ടാക്കാൻ പോകുന്ന വെല്ലുവിളി ചെറുതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ ഈ റിപ്പോർട്ടിൽ പറഞ്ഞതുപോലെ തിരുവനന്തപുരം, വട്ടിയൂർക്കാവ്, നേമം, അതോടൊപ്പം തന്നെ കഴക്കൂട്ടം മണ്ഡലത്തിന്റെ ഭാഗങ്ങൾ, അതോടൊപ്പം കോവളത്തിന്റെ 5 വാർഡുകൾ ഇത് ചേരുന്നതാണ് തിരുവനന്തപുരം നഗരസഭ. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം മേഖലയിലടക്കം V മുരളീധരനെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചാൽ അതിന്റെ സ്വാധീനം പ്രതിഫലിക്കും വാർഡുകളിൽ എന്ന ഒരു പ്രതീക്ഷ കൂടി BJP കേന്ദ്രങ്ങൾക്കുണ്ട്. അങ്ങനെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ അവതരിപ്പിച്ച് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ശ്രമിച്ച LDF-നെ, അതുപോലെ തന്നെ ഒരു കേന്ദ്രമന്ത്രിയെ മുന്നിൽ നിർത്തി, കേന്ദ്രമന്ത്രിയായിരുന്ന V മുരളീധരനെ മുന്നിൽ നിർത്തി കഴിഞ്ഞാടിനുള്ള ഒരു നീക്കത്തിലേക്ക് BJP കടക്കുമ്പോൾ അത് സമാനതകളില്ലാത്തൊരു രാഷ്ട്രീയ പോരാട്ടത്തിന് തിരുവനന്തപുരത്ത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പക്ഷേ BJP നേതൃത്വം ഔദ്യോഗികമായി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ ഈ വാർത്ത പുറത്തുവിടുമ്പോൾ BJPയുടെ സംസ്ഥാന നേതൃത്വം, ജില്ലാ നേതൃത്വമൊക്കെ ഏത് തരത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ശരി ഡാൻ, എന്തായാലും V മുരളീധരനെ മുൻനിർത്തിയുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കൽ എന്ന BJPയുടെ തന്ത്രം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് കാത്തിരുന്ന് കാണാം. ഡാൻ കുര്യനാണ് ഇതാദ്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഉമാ തോമസ് MLA വീണ് പരിക്കേറ്റ സംഭവത്തിൽ കോർപ്പറേഷനും സംഭവിച്ചത് ഗുരുതര വീഴ്ച. സുരക്ഷ ഉറപ്പാക്കാനുള്ള PPR ലൈസൻസ് ഇല്ലാതെ കോർപ്പറേഷൻ പരിപാടികൾക്ക് അനുമതി കൊടുക്കുന്നതായി പ്രതിപക്ഷ കൗൺസിലർമാർ ആരോപിക്കുന്നു. നഗരത്തിൽ ഇത്രയും വലിയൊരു പരിപാടി നടക്കുമ്പോൾ അറിയാത്തത് മേയറുടെ ഉത്തരവാദിത്വമില്ലായ്മയാണെന്നാണ് കൗൺസിലർമാരുടെ കുറ്റപ്പെടുത്തൽ. കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും വീണ് ഉമാ തോമസ് MLAയ്ക്ക് പരിക്കേറ്റ സംഭവത്തിൽ വീഴ്ച ആരുടേതെന്ന ചോദ്യത്തിന് വകുപ്പുകളുടെ പരസ്പരം പഴിചാരൽ അവസാനിക്കുന്നില്ല. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്ത് തൽക്കാലം മുഖം രക്ഷിച്ചിരിക്കുകയാണ് കോർപ്പറേഷനും GCDAയും. ടിക്കറ്റ് നിരക്ക് ഈടാക്കിയുള്ള പ്രദർശന പരിപാടികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും PPR ലൈസൻസ് അഥവാ പ്ലേസ് ഓഫ് പബ്ലിക് റിസോർട്ട് റൂൾ നിർബന്ധമാണ്. എന്നാൽ കൊച്ചി കോർപ്പറേഷന് കീഴിൽ ഈ സംവിധാനം നടപ്പാക്കുന്നില്ല. PPR ലൈസൻസ് നേടുന്നതിലൂടെ പരിപാടിയുടെ സുരക്ഷ ഉറപ്പാക്കാനാകും. ഫയർ ആൻഡ് സേഫ്റ്റി, സ്ട്രക്ചർ സ്റ്റെബിലിറ്റി ഉൾപ്പെടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമേ PPR ലൈസൻസ് ലഭിക്കൂ. കൊച്ചി നഗരസഭയിൽ ആകെ PPR ലൈസൻസ് നൽകിയിട്ടുള്ളത് ISL മത്സരങ്ങൾക്ക് മാത്രമാണ് PPR ലൈസൻസ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നഗരസഭ ചെയ്യുന്നത് റവന്യൂ വിഭാഗം വിനോദ നികുതി അടപ്പിച്ചുകൊണ്ട് ഇവർക്ക് PPR ലൈസൻസ് ഇല്ലാതെ ഇവർക്ക് വിനോദ നികുതി അടച്ചുകൊണ്ട് ടിക്കറ്റ് ഇഷ്യൂ ആണ്.
നിങ്ങൾ ഈ നഗരത്തിൽ പ്രദർശനം നടത്തിക്കോളാൻ അവർ നഗരസഭ അനുമതി നൽകിയാണ്. ചുരുക്കി പറഞ്ഞാൽ PPR ലൈസൻസ് നേടിയാൽ ഒരു പരിധിവരെ അപകടങ്ങൾ ഇല്ലാതാക്കാനാകും. മൃദംഗാവിഷന്റെ പരിപാടിക്കും വീട്ടമ്മയ്ക്ക് അപകടം സംഭവിച്ച മറൈൻ ഡ്രൈവിലെ ഫ്ലവർ ഷോയ്ക്കും PPR ലൈസൻസ് ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തം. ന്യൂസ് 18 കൊച്ചി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരമനുസരിച്ച് ഉമാ തോമസിന്റെ ഈ അപകടത്തിൽ അന്വേഷണം GCDAയിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. മതിയായ രേഖകളില്ലാതെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ എങ്ങനെ പരിപാടി നടത്തിയെന്ന് അന്വേഷിക്കും. ടിക്കറ്റ് നിരക്ക് ഈടാക്കാനും ആരുടെയും അനുമതി വാങ്ങിയിരുന്നില്ല. GCDA ഉദ്യോഗസ്ഥരിൽ നിന്നും ചെയർമാനിൽ നിന്നും പോലീസ് വിവരം തേടും. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ അന്വേഷണം GCDAയിലേക്കും എത്തുകയാണ്. ഈ വിഷയം ആദ്യം തന്നെ നമ്മൾ ചർച്ചയ്ക്കെടുക്കുമ്പോൾ GCDA ചെയർമാനെ അടക്കം വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ അന്വേഷണം അവിടേക്ക് തന്നെ എത്തുകയാണ്. അങ്ങനെ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. അന്വേഷണം അത് GCDAയിലേക്ക് അടക്കം നീങ്ങുകയാണ്. കാരണം കൃത്യമായ ഒരു രേഖകളില്ലാതെയാണ്. കൃത്യമായ രേഖകൾ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് ഒരു സ്റ്റേഡിയത്തിൽ, അതും അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നിലവാരം, അവിടെ ഒരു മത്സരം നടത്തുമ്പോൾ അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിന് തീർച്ചയായും അനുബന്ധമായ രേഖകളെല്ലാം തന്നെ വാങ്ങേണ്ടതുണ്ട്. കാരണം അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ സ്റ്റേഡിയം പരിസരത്ത് വരുമ്പോൾ തന്നെയും അവിടെ ഉദ്യോഗസ്ഥർ തന്നെ വന്ന് അന്വേഷിക്കാറുണ്ട് എന്തിന് നമ്മളൊരു ക്യാമറയുമായി ചെന്നാൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചിത്രീകരണത്തിനോ മറ്റോ പോവുകയാണെങ്കിൽ ഉടൻ തന്നെ അവർ പറയുന്നത് ബന്ധപ്പെട്ടവരിൽ നിന്ന് അനുമതി വേണം, അല്ലെങ്കിൽ ഇവിടെ ചിത്രീകരണം അനുവദിക്കില്ല എന്ന് അടക്കമുള്ള കാര്യങ്ങളോട് അവരോട് പറയാറുണ്ട്. സ്വാഭാവികമായും അത് അവരുടെ ഒരു സ്ഥലമായതിനാൽ അത്തരം അനുമതി ആവശ്യമാണ് താനും. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ പുലർത്തുന്ന ജാഗ്രത, ഇതുപോലെ ഏതാണ്ട് 20,000-ഓളം പേരെങ്കിലും പങ്കെടുക്കുന്ന ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്ന പരിപാടിയെക്കുറിച്ച് അവർക്ക് യാതൊരു രീതിയിലും ഒരു അനുമതിയോ കാര്യങ്ങളോ ഇല്ലാതെ തന്നെയാണ് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞതെന്നാണ് ഏറ്റവും വിചിത്രമായ വസ്തുത. അപ്പോൾ ഇതിന് ആരാണ് അനുമതി നൽകിയത് എന്നതിൽ ഒരു പൊതു ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും ഉത്തരം പറയേണ്ടത് GCDA തന്നെയാണ്. കാരണം ഗ്രേറ്റർ കൊച്ചിൻ ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ കീഴിലാണ് ഈ അന്താരാഷ്ട്ര സ്റ്റേഡിയം വരുന്നത്. അവരാണ് മുഴുവൻ കാര്യങ്ങൾക്കുമായി ഇവിടെ അനുമതി നൽകേണ്ടത്. ഇത് സംബന്ധിയായ കാര്യങ്ങൾ തുടക്കം മുതൽ തന്നെ GCDAക്കെതിരെ ആരോപണം ഉയരുന്നുണ്ട്. പക്ഷേ GCDA പറയുന്നത് തങ്ങളിതൊരു അനുമതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവിധ കാര്യങ്ങളും ചോദിച്ച് അവരോട് കൊണ്ട് എഗ്രിമെന്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്ന്, ഇത് കരാറുകളുടെ ലംഘനമാണ് എന്നതടക്കം പറയുന്നു. GCDA ചെയർമാൻ അടക്കം ആ വേദിയിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇത്തരം അനുമതിയില്ലാത്തൊരു വേദിയിൽ ചെയർമാൻ അടക്കം അവിടെ പങ്കെടുക്കുന്നു എന്നത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. കാരണം വേദിയെ നിർമ്മിക്കാൻ അവർക്ക് അനുമതി നൽകിയിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ ആ വേദിയെക്കുറിച്ച് എല്ലാവർക്കും തന്നെ അറിവുള്ളതാണ് താനും. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നടന്നിട്ടുള്ള ലംഘനങ്ങൾ എന്താണെന്നത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരിൽ നിന്നടക്കം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുക്കും. GCDA ചെയർമാനിൽ നിന്നും വിവരങ്ങൾ തേടും. അപ്പോൾ ഈ കാര്യങ്ങളിൽ ആരുടെ ഇടപെടലാണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുന്നത് എന്നത് വ്യക്തമാക്കണം. പിന്നീട് കൊച്ചിൻ കോർപ്പറേഷനും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില നടപടികൾ സ്വീകരിച്ചിരുന്നു. ഹെൽത്ത് ഇൻസ്പെക്ടറെയാണ് സസ്പെൻഡ് ചെയ്തത്. PPR ലൈസൻസിൻ്റെ ഒരു ലംഘനം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്, നേരിട്ട് പോയി അന്വേഷിച്ചില്ല എന്നതാണ് പറയുന്നത്. പക്ഷേ ഈ പരിപാടിയുടെ തൊട്ടു തലേന്നാണ് കോർപ്പറേഷൻ അടക്കമുള്ളവരെ ക്ഷണിക്കാനായിട്ട് ചെന്നത് എന്നത് പിന്നീട് വിശദീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ പരിപാടി നടക്കുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു ധാരണ കൃത്യമായ ഒരു അറിവ് എല്ലാവരിലേക്കും തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലും ഇതുമായി എന്താണ് അവിടെ നടന്നിട്ടുള്ളത്, ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതടക്കം ആരും തന്നെ പരിശോധിച്ചിട്ടില്ല എന്നൊരു വാസ്തവമാണ്. ഉമാ തോമസിൻ്റെ അപകടമുണ്ടായതിനു ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ തന്നെയും ഉയരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ വിശദമായ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. പോലീസ് ഏതായാലും ഈ അന്വേഷണം എന്ന രീതിയിലേക്ക് ഈ ഘട്ടത്തിലേക്കെല്ലാം തന്നെ കടന്നിട്ടുണ്ട്. പക്ഷെ അത് എവിടേക്ക് ചെല്ലും, എങ്ങനെയാണ് ഇതിലേക്ക് ചോദ്യം ചെയ്യലടക്കം കാര്യങ്ങൾ പോകുക എന്നത് നമുക്കറിയില്ല. കാരണം ഇപ്പോൾ സംഘാടകരെയാണ് പ്രധാനമായും തന്നെ കേന്ദ്രീകരിക്കുന്നത്. അങ്ങനെ സംഘാടകരിലേക്ക് മാത്രം ഇത് ഒതുങ്ങരുത് എന്ന രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ കൊച്ചിൻ കോർപ്പറേഷനിലെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത്, കോൺഗ്രസിൻ്റെ UDFിൻ്റെ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഇന്നലെ GCDAയിലേക്ക് അടക്കം മാർച്ചുണ്ടായിരുന്നു. കാരണം ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ നടന്നിട്ടുണ്ട്. ആർക്കൊക്കെയാണ് ഇതിൻ്റെ ഈ കാര്യങ്ങൾ അറിയാവുന്നത്, ആരൊക്കെയാണ് ഇതിന് രഹസ്യമായ അനുമതി നൽകിയത് എന്നത് സംബന്ധിച്ച് വിശദമായി അന്വേഷിക്കണം എന്നതാണ് UDFും കോൺഗ്രസും എല്ലാം ആവശ്യപ്പെടുന്നത്. കാരണം ഇതൊരു പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായ ഒരു ബലാബലം എന്ന രീതിയിലേക്കെല്ലാം തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാറുന്നു എന്നതാണ്
ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുകയാണ്. ഒപ്പം ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിൽ ഗണ്യമായ രീതിയിലുള്ള പുരോഗതിയുണ്ട്. ഒരു വെന്റിലേറ്റർ സംവിധാനത്തിനടക്കം മാറ്റിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യനില ആശങ്കപ്പെടാനില്ല എന്നൊരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നത് ആശ്വാസകരമാണ്. ഡാനി, മറ്റൊന്ന് ഈ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനായി മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം അത് 86-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. പ്രതിഷേധം കടുപ്പിക്കാൻ ആണ് അവരുടെ തീരുമാനം. വരാപ്പുഴ അതിരൂപതയുടെയും കോട്ടപ്പുറം രൂപതയുടെയും നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് 4 മണിക്ക് വൈപ്പിൻ മുതൽ മുനമ്പം വരെ 27 കിലോമീറ്റർ ദൂരത്തിൽ മനുഷ്യച്ചങ്ങലയും തീർക്കുന്നുണ്ടല്ലോ. അതിന്റെ വിശദാംശങ്ങൾ കൂടി ആരൊക്കെയാണ്, ഏതൊക്കെ പ്രമുഖരാണ് പങ്കെടുക്കുക? യശോദ, ഇന്ന് ഈ സമരത്തിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ നീങ്ങുകയാണ്. കാരണം ഇതിൽ ഇത്രയും വിപുലമായ രീതിയിലേക്ക് ഒരു സമരത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്ക് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ 86-ാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്നതിനൊപ്പം തന്നെയാണ് മുനമ്പം കമ്മീഷൻ കഴിഞ്ഞ ദിവസം അവിടെ നേരിട്ട് സന്ദർശനം നടത്തിയിരുന്നു. അവരുടെ വിഷയങ്ങൾ എന്താണെന്ന് നേരിട്ട് അറിയുന്നതിന് വേണ്ടി സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ഒരു പ്രധാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിൻ്റെ ഒരു സിറ്റിംഗ് ആരംഭിക്കുന്ന നടപടികളിലേക്കെല്ലാം തന്നെ നീങ്ങുകയും ചെയ്യുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് സമരം ശക്തമാക്കിക്കൊണ്ട് ഒരു വഴി മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇതാദ്യമായാണ് ഈ രീതിയിലുള്ള ഒരു വിപുലമായ സമരം സംഘടിപ്പിക്കുന്നത്. 27 കിലോമീറ്റർ ദൂരമാണ് വൈപ്പിൻ മുതൽ മുനമ്പം വരെയുള്ള ഒരു ദൂരത്ത് 27 കിലോമീറ്റർ ദൂരത്ത് മുനമ്പം ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ബേസിക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന പേരിൽ രൂപീകൃതമായ ഒരാശയത്തിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് നീങ്ങുന്നത്. 25,000-ത്തിലധികം പേർ ഇതിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും തന്നെ ഈ മേഖലയിലുള്ള ഇപ്പോൾ വരാപ്പുഴ അതിരൂപത, ലത്തീൻ രൂപതയെ വരാപ്പുഴ രൂപതയുടെയും അതോടൊപ്പം തന്നെ കോട്ടപ്പുറം രൂപതയുടെയും മറ്റൊരു ലത്തീൻ രൂപതയാണ് കോട്ടപ്പുറം രൂപതയുടെ കീഴിലാണ് മുനമ്പം മേഖലകളെല്ലാം തന്നെ വരുന്നത്. ഇവരെ 2 രൂപതയുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ മേഖലയിലുള്ള പള്ളികളിലെ ഇടവക ജനങ്ങളാണ് കൂടുതലായും ഇതിൽ പങ്കെടുക്കുന്നത്. മറ്റാർക്കും ഇതിൽ സഹകരിക്കാം എന്നത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും വരുന്നത് വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലുങ്കൽ, അതോടൊപ്പം തന്നെ കോട്ടപ്പുറം രൂപത അധ്യക്ഷൻ സെബാസ്റ്റ്യൻ പുത്തൻവീട്ടിൽ എന്നിവരാണ് അംബ്രോസ് പുത്തൻവീട്ടിൽ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാനമായും തന്നെ നേതൃത്വം നൽകുന്നത്. എന്തായാലും വിപുലമായ രീതിയിലുള്ള ഒരു പങ്കാളിത്തം ഇതിന് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് 86 ദിവസമായി സമരം തുടർന്നു. റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുക എന്നതാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതിൽ ഏറ്റവും പ്രത്യക്ഷമായി ഏറ്റവും കൂടുതൽ പേർ പങ്കെടുക്കുന്ന ഒരു സമരം എന്ന പ്രത്യേകതയുമുണ്ട്. വൈകിട്ട് 4-ന് വൈപ്പിൻ കാളമുക്ക് മുതൽ മുനമ്പം പള്ളി വരെയുള്ള സമരം നടക്കുന്ന മുനമ്പം വെളാങ്കണ്ണി മാതാ പള്ളി വരെയുള്ള 27 കിലോമീറ്റർ ദൂരമാണ് മനുഷ്യച്ചങ്ങലയ്ക്ക് വേണ്ടി കൈകോർക്കുന്നത്. അതാണ് ശാശ്വതമായ ഒരു പരിഹാരം. അത് വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ ലഭിച്ചാൽ മാത്രമേ സമരത്തിൽ നിന്ന് പിന്മാറൂ എന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് മുനമ്പം ജനതയുള്ളത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് പോകാം. വെടിനിർത്തൽ ചർച്ചകൾ ശക്തമായി നടക്കുന്നതിനിടെ ഗാസയിൽ കനത്ത ആക്രമണം തുടർന്ന് ഇസ്രായേൽ. കഴിഞ്ഞ ഒരു ദിവസം 62 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടത്. ജനുവരി 20-ന് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ജോ ബൈഡൻ. ശനിയാഴ്ച പുലർച്ചെ ഒരു കെട്ടിടത്തെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 12 പേരാണ് കൊല്ലപ്പെട്ടത്. ഒറ്റ ദിവസത്തിൽ കൊല്ലപ്പെട്ടത് 62 പേർ. ഇതോടെ 15 മാസത്തിനിടെ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45,717 അമേരിക്കയും ഈജിപ്തും ഖത്തറും ചേർന്ന് വെടിനിർത്തലിനായി ഇസ്രായേലിനോടും ഹമാസിനോടും നിരന്തരം ചർച്ച നടത്തുകയാണ്. ജനുവരി 20-ന് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്നതിന് മുമ്പ് വെടിനിർത്തൽ നടപ്പാക്കാനാണ് ജോ ബൈഡന്റെ ശ്രമം. എന്നാൽ വഴങ്ങില്ലെന്ന നിലപാടിലാണ് ഹമാസും ഇസ്രായേലും. ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ച് പിന്മാറിയാൽ മാത്രമേ ബന്ദികളെ മോചിപ്പിക്കൂ എന്നാണ് ഹമാസിന്റെ നിലപാട്. ഇസ്രായേൽ സേന ഗാസ മുനമ്പ് വിട്ടു പോകണം. പലായനം ചെയ്ത ആളുകൾ വീടുകളിലേക്ക് എത്തണം. എന്നാലേ വെടിനിർത്തൽ കരാറിനോട് സഹകരിക്കുള്ളൂ എന്നാണ് കഴിഞ്ഞ ദിവസം ഹമാസ് പ്രതികരിച്ചത്. എന്നാൽ ഹമാസിന്റെ അന്ത്യം കണ്ടിട്ട് ആയുധം താഴെ വയ്ക്കൂ എന്ന നിലപാടിന് മാറ്റമില്ലെന്ന് ഇസ്രായേലും വ്യക്തമാക്കി. അതേസമയം താൻ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് ബന്ദികളെ വിട്ടയച്ചില്ലെങ്കിൽ ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് വിധിക്ക് മുന്നിൽ തോറ്റുകൊടുക്കാൻ മനസ്സിലാത്ത ഒരു കൂട്ടം അംഗപരിമിതരായ മനുഷ്യരുടെ കഥയാണ്. ആലപ്പുഴ ചേർത്തലയിലെ കരുതൽ എന്ന കൂട്ടായ്മയ്ക്ക് കീഴിൽ ശാരീരിക പരിമിതികളെ മറികടന്നുകൊണ്ട് ഇരുൾമൂടിയ ജീവിതത്തിന് സ്വയം വെളിച്ചം പകരുകയാണ് അവർ. തളർത്താൻ നോക്കിയ വിധിയോട് പോയി പണി നോക്കാൻ പറഞ്ഞ ആ മനുഷ്യരെ ഒന്ന് കണ്ടുവരാം. ഏറ്റവും പോസിറ്റീവായ ചില കാഴ്ചകളിലേക്കാണ് ഇനി കൂട്ടിക്കൊണ്ടു പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ചേർത്തല അയ്യപ്പഞ്ചേരി എന്ന ഗ്രാമത്തിലാണ്. ഇവിടെ അംഗപരിമിതരായ 5 വ്യക്തികൾ ചേർന്ന് ഒരുക്കിയ ഒരു കൃഷി. അവരെങ്ങനെയാണ് അവരുടെ പരിമിതികളെ മറികടന്ന് ജീവിതത്തിൽ വിജയത്തിലേക്കും ഒപ്പം തന്നെ സ്വന്തമായ ഒരു സന്തോഷത്തിലേക്കും പോകുന്നത് എന്നാണ് നമ്മൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ പോകുന്നത്. തോട്ടത്തിൽ കൃഷിയിൽ സ്കൂട്ടർ പോയിട്ട് പോകുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എങ്ങനെ ഇതിനെയൊക്കെ മറികടക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങളെ പരിമിതികളെ മറികടക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഈ കരുതൽ കൃഷിക്കൂട്ടത്തിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ വിളവെടുപ്പ്, പയറിൻ്റെ വിളവെടുപ്പ് അത് പാകമായോ നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ ഈ വണ്ടി വന്നത്. ഇപ്പോൾ വണ്ടി വരാത്ത സമയം വണ്ടി പോകുന്ന സ്ഥലത്ത് ഞാൻ വീൽ ചെയറിലാണ് ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത്. ഈ കൃഷി പയറും മറ്റുള്ള വെണ്ടയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നത് വീൽച്ചെയറിലൂടെയാണ്. ഈ 5 പേരിൽ കൃഷി ചെയ്യുന്നവരിൽ കൂടുതലും സ്ത്രീകളാണ്. ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗീത ചേച്ചി ഉണ്ട്. ഗീത ചേച്ചി, ഒരുപാട് സന്തോഷം കേട്ടോ, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇതിനെയൊക്കെ അതിജീവിച്ച് പോകുന്ന കാണുമ്പോൾ. എന്തെടുക്കോ? ഞാൻ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പാലിയേറ്റീവിന്റെ സ്റ്റാഫാണ്. ജോലിയും ഇതും എല്ലാം കൂടെ അത് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുപോകും. ഈ പയറുണ്ടല്ലോ, ഇവര് ഒരുപാട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ അല്ലെ ആളുകൾ, അതിനനുസരിച്ച് നിങ്ങളെ ഒരു പിന്തുണയുണ്ടല്ലേ ആളുകൾക്ക്? എല്ലാരും നല്ല സപ്പോർട്ടാ. സാധനങ്ങളെല്ലാം വിറ്റുപോകും. ഇപ്പൊ തന്നെ സാധനം തികയാത്തൊരവസ്ഥയാണ്. വീടിന്റെ അകപ്പെട്ടു പോയ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അവര് പ്രകാശപൂരിതമായ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ ഇത് വിൽപ്പന നടത്തുന്ന സ്ഥലത്ത്. ഇവരെ വിളവെടുത്ത സംഭവങ്ങളാണ് ഈ കാണുന്നത്. അവിടെ വിൽപ്പന നടത്താനായി ഇരിക്കുന്ന ആള് ആശചേച്ചിയാണ്. നമുക്ക് ആശചേച്ചിയോട് സംസാരിക്കാം. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. കരുതൽ കൃഷിക്കൂട്ടത്തിൽ വന്ന ശേഷമാണ് ഞാൻ പുറത്തിറങ്ങുകയും മറ്റുള്ളവർ കൂടുതൽ സഹോദരങ്ങൾ എനിക്ക് കൂട്ടായി കിട്ടുകയും ചെയ്തു. ഇത്തരത്തിൽ പണം സമ്പാദിക്കുന്നതിനപ്പുറത്തേക്ക് അവര് എത്തിയ ജീവിതത്തിന്റെ മറ്റൊരു സാഹചര്യമുണ്ട്. അതായത് ഇരുളടഞ്ഞ ജീവിതങ്ങളിൽ നിന്നും വെളിച്ചത്തിന്റെ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. ചേച്ചിയാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത് അല്ലേ? ഞാനാണ് ഇതെല്ലാം നയിച്ചുകൊണ്ട് പോകുന്ന. ഞാൻ ഇതിന്റെ സെക്രട്ടറിയാണ്. കച്ചവടത്തിലൊക്കെ പ്രധാനമായി നിൽക്കുന്ന ചേച്ചിയാണ്. അതെ, ഞാൻ തന്നെയാണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ആശയെ കൊണ്ട് ഇപ്പൊ കൈക്കും കാലിനും ഒക്കെ പ്രശ്നമുള്ള ആളാണ്. അപ്പൊ അവരുടെ എല്ലാം കൈയും കാലുമായിട്ട് ഞാൻ തന്നെയാണ് വിപണനം ഒക്കെ കൂടുതലും ഞാനാണ് ചെയ്യുന്നത്. പിന്നെ ഇവരൊക്കെ വരുന്ന ആ സമയത്ത് അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രായമുള്ള മറ്റൊരാൾ കൂടെ ഉണ്ട് ഇവിടെ. രാജേഷ് എന്നാണ് പേര്. മകന് വേണ്ടിയാണ്. മകന് വേണ്ടിയാണ്. 15 വർഷമായിട്ട് അവൻ കിടപ്പ് രോഗിയാണ്. അപ്പൊ ഇവര് ഈ കുടുംബശ്രീയിൽ അവനൊരു അംഗമായിട്ട് ചേർത്തപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഈ കരുതൽ കൃഷിക്കൂട്ടം വന്നപ്പോൾ അതിനകത്ത് അങ്ങനെ വയ്യാതെ കിടക്കുന്ന ആളുകളുടെ കൂടെയുള്ള രക്ഷകർത്താക്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഒക്കെ ഇതിൽ ഇൻവോൾവ് ആണ്. ഞാൻ ഇവരുടെ കൂട്ടത്തിൽ കൂടിക്കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു വരുമാനം ഓണത്തിനായപ്പോൾ 2000 രൂപയും ഓണക്കോടിയൊക്കെ തന്നു. ഒരുപാട് പോസിറ്റീവായ മനുഷ്യരെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവര് ഈ ഒരു പരിമിതികളെയൊക്കെ മറികടന്ന വലിയൊരു കൂട്ടായ്മ ഉണ്ടാക്കി. ഒപ്പം തന്നെ വലിയൊരു സൗഹൃദ കൂട്ടായ്മയിലേക്ക് അവർ എത്തി എന്നുള്ളതാണ്. ഒറ്റപ്പെട്ട് വീടുകൾ കഴിഞ്ഞിരുന്ന പലർക്കും നല്ല സൗഹൃദങ്ങളുണ്ടായി, നല്ല കൂട്ടുണ്ടായി, ഒപ്പം തന്നെ വരുമാനം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി അവർ എത്തി എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നതെല്ലാം വിളവെടുത്തത് അവരുടെ വലിയ അധ്വാനത്തിന്റെ ഒപ്പം തന്നെ ഒരു ജീവിതത്തിൽ ഉണ്ടായ പരാജയങ്ങളെ മറികടന്നാണ് ഈ മനുഷ്യർ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നതെന്നാണ്. ചിരിക്കുന്ന ഈ മുഖങ്ങൾ തന്നെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ, ഈ പുതുവർഷത്തിന്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ചേർത്തല അയ്യപ്പഞ്ചേരിയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.
കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെ ഓർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുടഞ്ഞു പിടയുന്നു ഞാൻ. രാവിലെ തന്നെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചയാണ് ചേർത്തലയിൽ നിന്നും ശരണ്യ, സ്നേഹജനം, പ്രശാന്തും എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ആ കൂട്ടായ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് ന്യൂസ് 18 കേരളം. മറ്റൊരു കൂട്ടായ്മയിലേക്ക് പോവുകയാണ്. തൊഴിലുറപ്പ് ജോലിക്കിടെ ഒരു കൂട്ടം സ്ത്രീകൾ ചെയ്ത വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പത്തനംതിട്ട പള്ളിക്കൽ സ്വദേശികളാണ് ഈ വീഡിയോയ്ക്ക് പിന്നിൽ. 17 ലക്ഷം പേരാണ് ഇതിനോടകം വീഡിയോ കണ്ടത്. ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം വരെ ഇവരെ തേടിയെത്തിയിരിക്കുകയാണ്. ശശിനാരായണൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൊഴിലുറപ്പ് ജോലിക്കിടെ ഒരു കൂട്ടം വനിതകൾ ചെയ്ത വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തരംഗമാണ്. 60-ലെ പുറവുറപ്പ് കഴിഞ്ഞൊക്കെ പോയി പണിയെടുക്കാൻ പറയുന്ന ആളങ്ങ് പണിയെടുത്താട്ടെ, എന്റെ പണി ചെയ്തിട്ടാ ഞാൻ ഇരിക്കുന്നത്. അത് ഞങ്ങൾ 70-ലെ എടുത്തിയായിട്ടുമായിട്ടേ കൂട്ടിയിട്ടുള്ളൂ. അവരോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൽ അഭിനയിച്ച ആളുകളും ഈ വീഡിയോ എടുത്ത ആളുകളും എല്ലാം നമ്മുടെ ഒപ്പം ഉണ്ട്. എങ്ങനെയാണ് ഇതിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വളരെ താരങ്ങളായിട്ടുണ്ട്, എങ്ങനെ തോന്നുന്നു? സന്തോഷം തോന്നുന്നു. ഇതില് ചേച്ചി ഒന്നും അഭിനയിച്ചിട്ടുണ്ട്. ഇത് ആരാ ഇങ്ങനെ ഐഡിയ പറഞ്ഞത്? അന്നേരം തോന്നിയതാണ്. അപ്പോൾ തോന്നി മനു വന്നപ്പം ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് അഭിനയിക്കാൻ പറഞ്ഞു, അങ്ങനെ ഒന്ന് പറഞ്ഞു വരും. അല്ല സ്ക്രിപ്റ്റ് ഒക്കെ തന്ന് പഠിപ്പിച്ചോ? സൈറ്റിൽ അന്നേരം വന്ന് ഈ ചേച്ചി ആദ്യം പറഞ്ഞായിരുന്നു 60-ലെ പുറവുറപ്പിന്റെ കാര്യം. അപ്പൊ അത് നല്ലൊരു ഇതായിട്ട് തോന്നി. അതങ്ങനെ എടുത്തിട്ട് പിന്നെ എന്നിട്ട് ഓരോരുത്തരോടും ഇങ്ങനെ പറഞ്ഞു തന്നു. ഈ ജോലിക്കിടയിൽ ഇങ്ങനെ ഒരു പരിപാടി ഇതൊക്കെ അത് വലിയ ബുദ്ധിമുട്ട ആൾക്കാരും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളായിരുന്നു. മോനെ രാവിലെ തൊട്ട് ഞങ്ങളെ ഇങ്ങനെ ഓരോന്ന് വാക്കുകളൊക്കെ പറയുന്നത് പിന്നെ ചെയ്തോണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ പറയുന്ന ഓരോ വാക്കുകൾ അയാൾ മനസ്സിൽ വെച്ചോണ്ടിരുന്നിട്ട് ഞങ്ങളെ കൊണ്ട് അത് പറയിപ്പിച്ചത്. 17 ലക്ഷം പേരാണ് ഇപ്പൊ ഇത് കണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാം ഓരോ സൂപ്പർ താരങ്ങളാണ്. ഇപ്പൊ ഇതിനെ ഭാഗമായിട്ട് ഇപ്പൊ സിനിമയിലേക്ക് നിങ്ങൾക്ക് അവസരം വന്നു പറയുന്നത് അതിൽ തോന്നുന്നു. സിനിമയിലേക്ക് വിളിച്ചിട്ടില്ലേ? പോണം. ഞങ്ങളെ എവിടെ വിളിച്ചാലും ഞങ്ങൾ പോകാൻ തയ്യാറാ. ഞങ്ങൾക്ക് സന്തോഷം പോകാൻ. ഇതിൽ അഭിനയിക്കുന്നവരുണ്ട്, പിന്നെ പാട്ട് പാടുന്നവരുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെ കഴിവുകൾ നമ്മള് പ്രകടിപ്പിക്കാനൊന്നും ആരും ഇല്ല. നമ്മള് മുന്നോട്ട് ആരെങ്കിലും വരണ്ടേ, ആരും വരുന്നില്ല. മനു എങ്ങനെയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രേരണ? എങ്ങനെയാണ് കാര്യം? അത് അമ്മ പറഞ്ഞുകൊണ്ട് ചെയ്തേ ഉള്ളൂ. അമ്മയ്ക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പൊ അമ്മ അതിലിടാനായിട്ട് എന്നോട് പറഞ്ഞു അന്ന് വന്നെടുക്കാൻ. അപ്പൊ അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. ഇതിപ്പോ വൈറലായി ഇത്രയും പ്രതീക്ഷിച്ചോ? ഞാൻ ഇല്ല പ്രതീക്ഷയില്ല. അത് ഇദ്ദേഹത്തിന്റെ ഇതിലാ. എങ്ങനെയാണ്? എന്റെ ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇത് ഇത്രത്തോളം ആൾക്കാർ കാണുന്നത്. മനു ഇട്ട ഒരു സ്റ്റാറ്റസ് വീഡിയോ ഞാൻ ചോദിച്ച് വാങ്ങിച്ചു. അത് എൻ്റെ ഇൻസ്റ്റയ്ക്കകത്ത് പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റയ്ക്കകത്ത് ഏകദേശം 17 ലക്ഷം ആൾക്കാരോളം കണ്ടു. നല്ല പ്രതികരണമാണ് ആൾക്കാരിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് സെലിബ്രിറ്റികളൊക്കെ അതിനകത്ത് കമന്റ് ഇടുകയുണ്ടായി. സിനിമാ രംഗത്തുനിന്ന് ആൾക്കാരെ വിളിക്കുകയുണ്ടായി. അവർക്ക് പാലക്കാട് വെച്ച് നടക്കുന്ന സിനിമയ്ക്കകത്ത് ചെറിയ തൊഴിലുറപ്പ് രംഗം ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് അമ്മമാരെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു വിളി നമുക്കുണ്ടായി. വാർഡ് മെമ്പർ എവിടെ? നമ്മുടെ വാർഡിലെ വനിതകളാണ് കൂടുതലും. നല്ല സന്തോഷം, വളരെ സന്തോഷം. ഇനി അടുത്ത റെയിൽ വന്നാലും അതിനെ പ്രോത്സാഹിപ്പിക്കും. ഇനിയും വരട്ടെ എന്നുള്ളതേ ഉള്ളൂ. പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടൊന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ. പൂമരക്കൊമ്പിൽ കിളികിളങ്ങനെ രാക്കിളികൾ, കുലുകുലങ്ങനെ കാട്ടുപൂക്കൾ. കിലുകിലങ്ങനെ രാക്കിളികൾ, കുലുകുലങ്ങനെ കാട്ടുപൂക്കൾ. ചിരിയൊതുക്കിയ കാലം. എന്തായാലും വലിയ സന്തോഷത്തിലാണ് എല്ലാവരും. സിനിമയിലുള്ള അവസരം കൂടി അവർക്ക് ലഭിച്ചിരിക്കുന്നു. അടൂരിൽ നിന്നും ശശിനാരായണൻ, ന്യൂസ് 18. അതാണ് സോഷ്യൽ മീഡിയയുടെ പവർ എന്നൊക്കെ പറയുന്നത്. അത്രയും സന്തോഷത്തിലാണ് ആ അമ്മമാരും ആ വീഡിയോ ഷെയർ ചെയ്ത ആളുകളും ഒക്കെ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. സിനിമകൾ, അവസരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കട്ടെ. റീലെടുക്കലൊക്കെ തുടർന്നോളൂ. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.
വീണ്ടും വാർത്തയിലേക്ക് നമ്മൾ ഇനി ശബരിമല വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെയും 80,000 കടന്നു ഭക്തരുടെ എണ്ണം സന്നിധാനത്തെത്തിയ. ഇപ്പോൾ ജി ശ്രീജിത്ത് സന്നിധാനത്ത് നിന്നും ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ തിരക്ക് എങ്ങനെയാണ് ശബരിമലയിൽ? അശ്വതി, രാവിലെ തിരക്ക് തുടരുന്നു എന്ന് തന്നെ പറയാം. എല്ലാ ദിവസവും രാവിലെ ഈ ഒരു സമയത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. ഒരു കാര്യമുള്ളത്, ഇന്ന് ഞായറാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരല്പം തിരക്ക് കുറയാനുള്ള സാധ്യത സാധാരണഗതിയിലുള്ള ഞായറാഴ്ചകളിലുണ്ട്. പക്ഷേ ഇനിയിപ്പോ മകരവിളക്ക് തീർത്ഥാടനം ഏതാണ്ട് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. 11-ന് എരുമേലി പേട്ടതുള്ളലും 12-ന് തിരുവാഭരണ ഘോഷയാത്രയും ഒക്കെ പുറപ്പെടുകയാണ്. 12-ന് പമ്പാവിളക്ക് നടക്കുന്നുണ്ട്. അങ്ങനെ തീർത്ഥാടനം ഏതാണ്ട് അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ 18-ാം പടി വഴി വളരെ വേഗത്തിൽ ഏതാണ്ട് മിനിറ്റിൽ ഒരു 75 പേരെയൊക്കെ കടത്തിവിട്ടുള്ള. അതാണ് ശബരിമലയിൽ തിരക്ക് ഇന്നും തുടരുകയാണ്. ജി ശ്രീജിത്താണ് സന്നിധാനത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. പാകിസ്ഥാൻ രൂപീകരണത്തെ കൂടുതൽ പിന്തുണച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരായിരുന്നു എന്ന പാലോളി മുഹമ്മദ് കുട്ടിയുടെ പരാമർശത്തിനെതിരെ പ്രതിഷേധമുയരുകയാണ്. CPM മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ മതേതര മലപ്പുറം മുന്നോട്ട് എന്ന സപ്ലിമെന്റിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിലായിരുന്നു വിവാദമായ ഈ പരാമർശം. സൗമ്യദീപ്തം പാലോളി ജീവിതം എന്ന തലക്കെട്ടിൽ സപ്ലിമെന്റിൽ പാലോളി മുഹമ്മദ് കുട്ടിയുടെ അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നു. ജില്ലയിൽ പാർട്ടിയുടെ രൂപീകരണവും ആദ്യകാല പ്രവർത്തന ചരിത്രവുമെല്ലാം സമഗ്രമായി ഉൾക്കൊള്ളുന്നതായിരുന്നു അഭിമുഖം. മുസ്ലിം ലീഗിന് വലിയ അപ്രമാദിത്വം വരാനുള്ള കാരണമെന്താണ് എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിൻ്റെതായി നൽകിയ മറുപടിയാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: മുസ്ലിം ലീഗ് മുന്നോട്ട് വച്ചത് പാകിസ്ഥാൻ വാദമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ ആവശ്യം ഉന്നയിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നുമായിരുന്നു. അന്ന് മുസ്ലിം സമുദായത്തിലുള്ള പ്രമാണിമാരായ ആളുകൾ ബ്രിട്ടീഷ് അനുകൂലികളായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഉന്നയിച്ച പാകിസ്ഥാൻ വാദത്തിന് അനുകൂലമായ നിലപാട് ബ്രിട്ടീഷുകാരിൽ നിന്ന് ലഭിച്ചു. അന്ന് ലീഗിന് നേതൃത്വം കൊടുത്തിരുന്നത് KM സീതി സാഹിബ്, സത്താർ സേട്ടു എന്നിവരായിരുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന പക്ഷം പിന്നീട് ഭരിക്കാൻ പോകുന്നത് ഹിന്ദുക്കളാണെന്നും അവരുടെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്നായിരുന്നു സീതി സാഹിബ് മലപ്പുറത്ത് നടന്ന മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പറഞ്ഞത്. മുസ്ലിങ്ങൾ ഇടത്തോട്ട് മുണ്ടെടുക്കുന്നവരാണ്, ഹിന്ദുക്കളാണെങ്കിൽ വലത്തോട്ടും. മുസ്ലിങ്ങൾക്ക് ചാണകം നജസാണ്, ഹിന്ദുക്കൾക്ക് പുണ്യവും. ഇങ്ങനെ വൈരുദ്ധ്യമുള്ളവർ എങ്ങനെ ഒരുമിച്ച് ഭരണം നടത്തുമെന്ന ചോദ്യമായിരുന്നു സീതി സാഹിബിനുണ്ടായിരുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ കിട്ടിയേ തീരൂ എന്നായിരുന്നു ലീഗിന്റെ ആവശ്യം. അഭിമുഖത്തിൽ പറഞ്ഞ ഇക്കാര്യങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ പ്രതിഷേധം ശക്തമായിരിക്കുന്നത്. ഈ പ്രായത്തിലും പാലോളി മലപ്പുറത്തെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല പാലോളി മുഹമ്മദ് കുട്ടി പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടു. വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനയായി. പാകിസ്ഥാനെ ആരും ഇവിടെ അനുകൂലിക്കുന്നില്ല. പാലോളി മുഹമ്മദ് കുട്ടിക്ക് എങ്ങനെ ഒരു കണ്ടുപിടുത്തം ഉണ്ടായെന്ന് എനിക്കറിയില്ല. വളരെ ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം അത് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത്. മലപ്പുറത്തെ ജനങ്ങളൊന്നും അങ്ങനെ പാകിസ്ഥാനെ അംഗീകരിക്കുന്നവരൊന്നുമല്ല. അവരാരും അങ്ങനെ അംഗീകരിച്ചിട്ടുമില്ല. ഇത്തരം പ്രസ്താവനകൾ നമ്മുടെ നാടിന് ഗുണകരമല്ല. അത് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് അത്തരം ഒരു പരാമർശം നടത്തിയത് തികച്ചും ദൗർഭാഗ്യകരമാണ്. അത് പിൻവലിക്കും. കോൺഗ്രസിന് പുറമെ മറ്റു രാഷ്ട്രീയ സംഘടനകളും സാമുദായിക സംഘടനകളും വിഷയത്തിൽ പാലോളിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ പ്രദേശത്തെ ചില സാഹചര്യങ്ങളാണ് പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ദേശിച്ചതെന്നാണ് CPMന്റെ വിശദീകരണം. ന്യൂസ് 18 മലപ്പുറം. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഗുഡ് മോർണിംഗ്. എന്തായാലും പാലോളിയുടെ പാകിസ്ഥാൻ പരാമർശം വലിയ ചർച്ചയായിട്ടുണ്ട്. മാപ്പ് പറയണമെന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. കൂടുതൽ പ്രതികരണങ്ങൾ ഇതിൽ പ്രതീക്ഷിക്കാം അല്ലേ വരും മണിക്കൂറിൽ? അശ്വതി, ഗുഡ് മോർണിംഗ്. ഇന്നലെ വൈകുന്നേരമാണ് ഈ ഒരു വിവാദ പ്രസ്താവനകൾ, അതായത് ഈ പ്രസ്താവന വിവാദമാകുന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ആഴ്ച നടന്ന മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി CPM പുറത്തിറക്കിയ ഒരു സ്മരണികയിലാണ് പാലോളി മുഹമ്മദ് കുട്ടിയുടെ ഒരു അഭിമുഖം പ്രസിദ്ധീകരിച്ചിരുന്നത്. അതിൽ അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും എല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന തരത്തിലായിരുന്നു. അതിലൊരു ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ വിവാദങ്ങളിലേക്ക് വഴിയൊരുക്കുന്നത്. എന്താണ് മുസ്ലിം ലീഗിന് ഇത്രയും പ്രാമാണിത്വം ഇവിടെ ലഭിക്കാനുള്ളൊരു കാരണമെന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അദ്ദേഹം അന്നത്തെ സാഹചര്യങ്ങൾ പറഞ്ഞിരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ന് സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അന്നുണ്ടായിരുന്നത് ഇന്നത്തെ ലീഗുമല്ല, ജിന്ന ലീഗുമാണ്. അപ്പോൾ
അന്നത്തെ ഒരു സാഹചര്യം പറഞ്ഞപ്പോൾ അത് ഇത്തരത്തിൽ ആയിപ്പോയി എന്നുള്ള ഒരു വിശദീകരണമാണ് CPM-ന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇന്നത്തെ മലപ്പുറത്തെയോ ഇന്നത്തെ ലീഗുകാരെയോ അല്ല ആ ഒരു ലേഖനത്തിൽ ആ ഒരു പരാമർശത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള മലപ്പുറം എന്ന പ്രദേശത്ത് ജീവിച്ചിരുന്ന അന്നത്തെ ലീഗിന് നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന എന്നൊരു വിശദീകരണമാണ് പ്രാഥമികമായിട്ട് CPM-ന്റെ ഭാഗത്തുനിന്നും ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അത് നമുക്ക് ഒരുപക്ഷെ ആ ലേഖനം തയ്യാറാക്കിയപ്പോൾ അതിൽ മലപ്പുറം ജില്ല എന്ന പദം ഉപയോഗിച്ചതായിരിക്കാം ഈ വിവാദങ്ങൾ ഇത്രയും മാത്രം ഉണ്ടാകാനുള്ളൊരു കാരണം. അതിന് പകരം മലപ്പുറം ഇന്നത്തെ മലപ്പുറം ജില്ല നിൽക്കുന്ന പ്രദേശം എന്ന തരത്തിൽ അത് കുറച്ചുകൂടി വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ വിവാദങ്ങൾ ഇത്രത്തോളം ഉണ്ടാകുമായിരുന്നില്ല. എന്താണെങ്കിലും ചരിത്രപരമായ ഒരു കാര്യം പാലോളി മുഹമ്മദ് കുട്ടി അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിലുള്ളത്, അദ്ദേഹത്തിൻ്റെ ചിന്തയിലുള്ളത് പങ്കുവച്ചപ്പോൾ അതിന് എതിരെ ഉയരുന്ന വലിയ പ്രതിഷേധത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. രമേശ് ചെന്നിത്തല പോലെയുള്ള കോൺഗ്രസിൻ്റെ ഏറ്റവും ഉന്നതനായ നേതാക്കളിൽ ഒരാൾ തന്നെ ഈ വിഷയത്തിൽ പാലോളിക്കെതിരെ രംഗത്തെത്തി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പാലോളി ഈ പ്രായത്തിൽ മലപ്പുറത്തെ അപമാനിക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം. പാലോളി മാപ്പ് പറയണമെന്നുവരും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാലും വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ ലീഗിൻ്റെ ഭാഗത്തുനിന്നും മറ്റ് സാമുദായിക സംഘടനകളുടെ ഭാഗത്തുനിന്നൊക്കെ പരസ്യ പ്രതികരണങ്ങളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുവാനുള്ള സാധ്യതയും ഉണ്ട്. അശ്വതി. ശരിയാണ്. ഇടവേള. വീണ്ടും വാർത്തയിലേക്ക്. ഇന്ന് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവന്റെ ഇന്ത്യ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായി സള്ളിവൻ ചർച്ച നടത്തും. ഡൽഹിയിൽ വമ്പൻ വികസന പദ്ധതികൾക്ക് ഇന്ന് തുടക്കമാകും. 12,200 കോടിയുടെ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും. കുവൈറ്റിൽ പുതുക്കിയ റെസിഡൻസി നിയമം ഇന്നു മുതൽ. പുതിയ നിയമത്തിലെ ആർട്ടിക്കിൾ 6, 9, 11, 12, 13 എന്നിവ സംബന്ധിച്ച് വിദേശികൾ ജാഗ്രത പാലിക്കണമെന്ന് കുവൈറ്റ് മന്ത്രാലയം. ലംഘനങ്ങൾക്ക് പിഴത്തുക 600 മുതൽ 2000 ദിനാർ വരെ വർദ്ധിപ്പിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവം 2ാം ദിനം. ഇന്ന് നാടകവും ഒപ്പനയും തിരുവാതിരക്കളിയും വേദികളിലെത്തും. മുനമ്പം ജനത നടത്തുന്ന റിലേ നിരാഹാര സമരം 86ാം ദിവസം. വൈകിട്ട് 4-ന് വൈപ്പിൻ മുതൽ മുനമ്പം വരെ മനുഷ്യച്ചങ്ങല തീർക്കും. മനുഷ്യച്ചങ്ങല തീർക്കുന്നത് കോട്ടപ്പുറം, വരാപ്പുഴ, ലത്തീൻ രൂപതകളുടെ നേതൃത്വത്തിൽ. ഗുരുവായൂരിൽ ഇന്ന് പകൽ 11:30 ശേഷം ദർശന സൗകര്യമുണ്ടാകില്ല. ഇടത്തരികത്ത് കാവിൽ ഭഗവതിക്ക് താലപ്പൊലി ഉത്സവത്തോടനുബന്ധിച്ച് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉള്ളതിനാലാണ് ഇത്. വൈകിട്ട് പതിവ് പോലെ ദർശന സൗകര്യമുണ്ടാകും. ISL-ൽ ജയം തേടി കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നിറങ്ങും. പോരാട്ടം പഞ്ചാബ് FC-ക്കെതിരെ. രാത്രി 7:30 ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് പോരാട്ടം. ഇനി കാണാം കലോത്സവ വാർത്തകൾ. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. GTech ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. സ്കൂൾ കലോത്സവത്തിന്റെ 2ാം ദിവസമാണിന്ന്. കോഴിക്കോടും കണ്ണൂരും തൃശൂരും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുകയാണ്. 57 മത്സരങ്ങൾ ഇന്നലെ പൂർത്തിയായി. ആദ്യ ദിനം പല മത്സരങ്ങളും വൈകിയാണ് ആരംഭിച്ചത്. ടാഗോറിൽ രാവിലെ ഹയർ സെക്കൻഡറി വിഭാഗം നാടക മത്സരമാണ് ഇന്നത്തെ മുഖ്യ ആകർഷണം. ആയിഷത്തുൽ ഷംന വിവരങ്ങളുമായി ചേരുകയാണ് തത്സമയം. ഷംന, ഗുഡ് മോർണിംഗ്. ഷംന, ഇപ്പോൾ എവിടെയാണുള്ളത്? ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് നാടകം തന്നെയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തിരുവനന്തപുരത്തുകാരെല്ലാവരും നാടകം കാണാൻ എത്തുമെന്നും വേദികൾ സജീവമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
തീർച്ചയായും അശ്വതി, ഞാനിപ്പോൾ ഉള്ളത് പ്രധാന വേദിയിലാണ്, നിളയിലാണ്. ഇവിടെ ഇന്ന് ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഒപ്പനയാണ് ഇവിടുത്തെ ഏറ്റവും ആകർഷണം എന്ന് പറയുന്നത്. ഇന്നലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഒപ്പന ഉണ്ടായിരുന്നു. ഏറെ വൈകിയാണ് തുടങ്ങിയത്. പക്ഷെ അതിന്റെ ക്ഷീണമൊക്കെ മറന്ന് ഇന്നിപ്പോ ഹൈസ്കൂൾ വിഭാഗത്തിന്റെ ഒപ്പന, അതുപോലെ നാടകം, ഇതൊക്കെയാണ് ഇന്നത്തെ 2ാം ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും എല്ലാവരും കാത്തിരിക്കുന്ന മത്സരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ കൂടെ ഇതാ ഈ ഒപ്പന ടീമുകളുണ്ട്. എല്ലാവരും ഈ മേക്കപ്പിന്റെ ഒരുക്കത്തിലൊക്കെയാണ്. രാവിലെ 9:30 ഈ പ്രധാന വേദിയിൽ ഇന്ന് മത്സരങ്ങൾ തുടങ്ങുകയാണ്. അപ്പോ എവിടുന്നാ നിങ്ങൾ? ഏത് സ്കൂളാ? സ്വാമി വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ, ആലപ്പുഴ ജില്ല അല്ലേ? എന്നാ നമുക്കൊരു ഒപ്പന പാട്ടുന്ന് തുടങ്ങാം അശ്വതി. അതായിരിക്കും ഈ കലോത്സവത്തിലെ അതിന്റെ വൈബ് അതായിരിക്കും എന്ന് തോന്നുന്നു. ഒരു ഒപ്പന പാട്ട് പാടി തുടങ്ങിയാലോ? ഓക്കെ, തുടങ്ങിക്കോ. റോജ ഇണയാകിയവാകാൻ രാജ നബി യൂസഫ് ചേരാ, പന്തലിലേറാൻ കാശി പരിശായതിലേറാ, ചിന്താര പൊന്തരുളായി ചന്തമിൽ വന്തരിതാ, മന്ദിരത്തട്ടുകളാൽ പൊന്തിടും നോട്ടമിനാ, കാന്തി വിടത്തും സുന്ദരി മന്ദാരത്തികവാ, പുതു സന്തോഷം നിറവാ, ആ നിറവായി അനുരാഗിയതാവാൻ നീളും അനുഭൂതിയിലാവാൻ, പ്രണയാതുരയാവാൻ വാനും പുകളായതിലേശ, ചിന്തയിടും ചിന്തുകളാലെ ചന്ദ്ര ശോഭയിതാ, ബിംബമിൻ ശീലുകളാൽ മുമ്പിടും ആശകളാ, വിളങ്ങും തെങ്കനി സിംഗാരക്കുഴലാ, നവപൊണ്ടാരത്തികവാ, ആ തികവായി മണിമുത്തുകൾ മാലാട്ടാശി അതിൽ നിന്നിടും ചേല, ചിത്തിരഹാല കാതിൽ ചിത്തായതുലോല, എമ്പാടും സ്വർണ്ണമിനാലെ വർണ്ണ പൊലിമയില, മുഞ്ചുകളാലെ പതറിഞ്ഞൂറുതിരാൽ, പട്ടുള്ളി ബാസുകളാൽ മട്ടമിൽ ചിട്ടകളാ, ായി മുത്തിവളെത്തിടുമരുവീതാ, എത്തിടുമരുവീതാ. അതാണ് ആ കൊട്ടിപ്പാടലും ആ താളത്തിലുള്ള പാട്ടും. അത് തന്നെയാണ് ഒപ്പനയുടെ രസമല്ലേ? എത്ര ദിവസമായി പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? ജൂലൈ ഫസ്റ്റ് വീക്ക് തുടങ്ങിയത്. ജില്ലയിലൊക്കെ ഇത് തന്നെയാണോ കളിച്ചതോ? ഇത് തന്നെയാണ്. അപ്പൊ എങ്ങനെയുണ്ട്? എന്താണ് പ്രതീക്ഷ? കപ്പടിക്കുവോ? നല്ല പ്രതീക്ഷയുണ്ട്. എത്രാമത്തെ മത്സരം? മേക്കപ്പ് ഒക്കെ തുടങ്ങിയുള്ളൂ അല്ലേ? എന്താണ് വൈബ്? എന്താണ് അംബാനി വൈബ്? അത്രേ ഉള്ളൂ അശ്വതി. ഇവിടെ ഫുൾ ഓണാണ്. ഇന്നലെ നമ്മൾ വന്നപ്പോ തന്നെ ഇത് മത്സരങ്ങൾ തുടങ്ങുന്നതിന്റെ മുമ്പേ നമ്മൾ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും അങ്ങനെയായിരുന്നു. ഈ സ്റ്റേജിന്റെ ഒരുക്കങ്ങളും അത് കാണാനുള്ള ഒരു വൈബൊക്കെ, പ്രത്യേകിച്ച് ഇന്നലെയോടുകൂടി മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ കലോത്സവ വേദികൾ കുറച്ചുകൂടി കളറായി. ഇപ്പൊ മൊത്തം ഈ 9:30 മത്സരങ്ങൾ തുടങ്ങും. അത് ഇന്നലെയൊക്കെ ഭരതനാട്യമൊക്കെ കഴിയാൻ ഒത്തിരി ലേറ്റ് ആയി പോയി. അതുകൊണ്ട് ഇന്നലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിന്റെ ഒപ്പനയും അതുപോലെ ഒരുപാട് 3 മണിക്ക് തുടങ്ങേണ്ട ഒപ്പന 6 മണിയോടുകൂടിയാണ് തുടങ്ങിയത്. അപ്പൊ അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതൊന്നും ഉണ്ടാവില്ല. കൃത്യസമയത്ത് മത്സരങ്ങൾ തുടങ്ങുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോ ഉള്ളത് പ്രധാന വേദിയുടെ സ്റ്റേജിനടുത്താണ്. ഒപ്പം ഗ്രീൻ റൂം ഉണ്ട്. അങ്ങോട്ട് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ടാണ്. അവിടെ ബാക്കിയുള്ള ഇതുപോലെ ഇവരുടെ മണവാട്ടിയും ബാക്കിയുള്ള ടീംസൊക്കെ തകൃതിയായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ കലോത്സവത്തിന്റെ ഓരോ മിനിറ്റിലും ഇവിടെ തിരക്ക് വർദ്ധിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ ഒരു ആവേശം കൂടുന്നത്, അങ്ങനത്തെ കാഴ്ചകൾ തന്നെയാണ് ഇവിടെ മൊത്തം ഉള്ളത്. പല ജില്ലകളിൽ നിന്ന്. ഒപ്പം എടുത്തു പറയാനുള്ളത് കണ്ണൂര്, കോഴിക്കോട്, തൃശ്ശൂർ ജില്ലകൾ, ഈ വടക്കൻ കേരളത്തിലെ ജില്ലകൾ ഒപ്പത്തിനൊപ്പമാണ്. ഓരോ പോയിന്റ് വ്യത്യാസത്തിനാണ്. 215 പോയിന്റുകളുമായിട്ട് കണ്ണൂര്, ബാക്കി 13 പോയിന്റ്, 214-13 പോയിന്റ് ആയിട്ട് പാലക്കാടും തൃശ്ശൂരൊക്കെ കോഴിക്കോടൊക്കെ ബാക്കിലുണ്ട്. അപ്പോൾ ഓരോ മിനിറ്റും ഓരോ മത്സരവും ഭയങ്കര ആവേശത്തിലാണ്. ഒപ്പം തന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം, ഇത് നമുക്ക് ഓരോ സെക്കൻഡും ടെൻഷനാണ്. അത് അടുത്ത പോയിന്റ് എവിടെ കൂടുന്നു, ആർക്ക് കൂടുന്നു, ആ ഒരു മൊമെന്റിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഒപ്പം തന്നെ ഇന്നത്തെ 2ാം ദിവസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒപ്പനയും നാടകവും. ടാഗോർ തിയേറ്ററിലാണ് നാടകം. രാവിലെ 9:00 തന്നെ നാടകം തുടങ്ങും. ഒപ്പം ചാക്യാർകൂത്ത്, അത്തരം മത്സരങ്ങളൊക്കെയാണ് ഇന്നുള്ളത്. ഇപ്പോ നമ്മളുള്ളത് പ്രധാന വേദിയിലാണ്. അതിനുശേഷം ഇവിടെ ഇന്നലെ തന്നെ വലിയ രീതിയിൽ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു സ്റ്റേജിന്റെ ഒരു സംഘാടനം, അതുപോലെ സ്റ്റേജ് ഡെക്കറേഷൻ,
അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അത്രയും മനോഹരമായി ഡെക്കറേറ്റ് ചെയ്ത് ഈ ചെയറൊക്കെ ഇപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ നിറയാൻ പോകുന്ന കസേരകളാണ് ഇതൊക്കെ. അത്രയും ഒരു തിരക്ക് വൈബ്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ എത്ര ലേറ്റ് ആയി കഴിഞ്ഞാലും അതൊന്നും ഒരു ക്ഷീണോ ഒന്നിനെയും ബാധിക്കാതെ അത്രയും ചൂടാണ്, പക്ഷെ അതൊന്നും എഫക്റ്റ് ചെയ്യുന്നില്ല. കലോത്സവം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വൈബാണ്, ഫുൾ കളറാണ്. ഒപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, അതാണ് എടുത്തു പറയാനുള്ളത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഭയങ്കര തിരക്കാവും. നമ്മളിപ്പോൾ ഉള്ളത് ഈ പ്രധാന വേദിയിൽ പ്രത്യേകിച്ച് ഇന്നലെയൊക്കെ മത്സരങ്ങൾ ഇന്നലെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഫുൾ നൃത്തം, അതിൻ്റെ ഒരു കളർഫുൾ മോഹിനിയാട്ടം, ഭരതനാട്യം, അതൊക്കെ ഏറ്റവും ഭംഗിയായി ആദ്യ ദിവസം തന്നെ സംഘനൃത്തം, അതൊക്കെ ആ ഡാൻസിന്റെ എല്ലാ ഭംഗിയും അത് ഇന്നലെയായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്റ്റേജിലൊന്നും ഇരിക്കാൻ സ്ഥലമില്ലാത്ത രീതിയിൽ അത്രക്ക് വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആ തിരക്ക് കൂടിയേ ഉള്ളൂ. ഒപ്പം തന്നെ നല്ല നല്ല മത്സരങ്ങൾ, അതായത് ആൾക്കാർ പ്രതീക്ഷിച്ചിരിക്കുന്ന, അവർ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന മത്സരങ്ങളാണ് ഇന്ന് നടക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തിരക്ക്, അതിൻ്റെ ഒരു ആവേശം, അതിലോട്ടൊക്കെ അല്പസമയത്തിനകം തന്നെ ഈ എല്ലാ വേദികളും 25ഓളം വേദികൾ കടക്കുന്നതാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ പഴയിടത്തിൻ്റെ രുചിക്കൂട്ട്, അതെല്ലാം ഓരോ മൊമെന്റും നമുക്ക് സ്പെഷ്യലാക്കുന്നതാണ്, ഈ കലോത്സവത്തിന് സ്പെഷ്യലാക്കുന്നതാണ്. അതൊക്കെയാണ് കലോത്സവ വേദിയിലെ 2ാം ദിവസ കാഴ്ചകൾ. അശ്വതി. ശരി ഷംന, ഞാൻ ഷംനയിലേക്ക് വരാം. ഇന്നലത്തെ ഒപ്പനയുടെ കാഴ്ചകളിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. താളത്തിൽ പാടിയും ഒപ്പം കൊട്ടിയും മൊഞ്ചത്തിമാർ വേദി കൈയടക്കുന്നത് പതിവാണ്. ഇത്തവണയും അതിന് മാറ്റമില്ല. 63ാമത് സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ ആദ്യ ഒപ്പന അവതരിപ്പിച്ച ടീമിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. കൈകളിലായി മുഞ്ചിടും മൈലാഞ്ചി, ഓളമായ ചിത്തിരത്തിൽ കുത്തിടും മൈലാഞ്ചി. അപ്പൊ ഞാൻ കുറെ കാലത്തിന് ശേഷമാണ് ഈ കലോത്സവ വേദിയിൽ എത്തുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ ഒപ്പനൊക്കെ പണ്ട് പഠിച്ച ഒപ്പനൊക്കെ ഭയങ്കരമായിട്ട് മറന്നുപോയി. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് ഫസ്റ്റത്തെ ഒപ്പന കളിച്ച പാലക്കാട് ടീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പൊ നമുക്ക് ഇവരുടെ വിശേഷങ്ങൾ ചോദിക്കാം. ആദ്യം മണവാട്ടി, ഭയങ്കര നാണായിരുന്നല്ലോ, എന്താ മണവാട്ടി ആയിട്ടാണ്? എത്ര നാണം? പിന്നെ മണവാട്ടിയെ കുറിച്ച് നാണൊക്കെ വേണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തില് ഭയങ്കര എനർജി ആയിരുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മത്സരം ഭയങ്കര രസമായിരുന്നു കാണാൻ, ഭയങ്കര എനർജി ഉണ്ടായിരുന്നു. എത്ര ദിവസം കൊണ്ട് പ്രാക്ടീസ് ചെയ്ത്? സബ് ജില്ലക്കും ജില്ലക്കും ഒക്കെ ഇതേ ഡാൻസ് ആയിരുന്നു? ചില മാറ്റങ്ങൾ. പാലക്കാട് ഏത് സ്കൂളിനാ? DHSS നെല്ലിപ്പുഴ. ഞാനൊരു പാലക്കാട്ടുകാരിയാണ്. അപ്പൊ എനിക്കിങ്ങനെ നിങ്ങളുടെ മത്സരം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അത് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ടീം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എനർജി ആയിട്ട്. അത് ഫസ്റ്റ് ഒപ്പന നിങ്ങളുടെ ആയിരുന്നല്ലോ. നിങ്ങൾക്ക് കളിക്കുമ്പോ എപ്പോഴും ടെൻഷൻ ഉണ്ടാവുമല്ലോ നമുക്ക്, ഈ പ്രത്യേകിച്ച് ഓർണമെന്റ്സ് അഴിഞ്ഞു പോവോ, അല്ലെങ്കിൽ ടയേർഡ് ആയി പോവോ? രാവിലെ തൊട്ട് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയല്ലേ, അപ്പൊ ടയേർഡ് പോ, അങ്ങനത്തെ കുറെ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു മൊത്തത്തില്? മൊത്തത്തിലുണ്ട്, പക്ഷെ കളിച്ചു തുടങ്ങുമ്പോ ഒക്കെ മാറും. കപ്പടിക്കുവോ? നിങ്ങള് ആദ്യമായിട്ടാണോ ഈ സ്റ്റേറ്റിൽ വരെ എത്തുന്നേ? എങ്ങനെയാണ്? എത്രാമത്തെ തവണയാ സ്റ്റേറ്റിൽ എത്തുന്നത്? 2ാമത്തെ തവണ. ഇതിനു മുമ്പേ ഏത് വർഷത്തിലായിരുന്നു? കഴിഞ്ഞ വർഷം. കുറെ വട്ടം സ്റ്റേറ്റിൽ പങ്കെടുത്തിട്ടുണ്ട്. ഞങ്ങള് ടീം കഴിഞ്ഞ കൊല്ലം സ്റ്റേറ്റ് വന്ന ആൾക്കാരാ. ഈ സ്കൂള് ഇടക്കിടത്ത് എല്ലാരും ഒരേ ക്ലാസ്സുകാരാണോ? പ്ലസ് 1 പ്ലസ് 2 ഉണ്ട്. ഈ ഒപ്പനയുടെ കളിയുടെ പോലെ തന്നെ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് അവരുടെ പാട്ട്. ഈ ഒപ്പന പാട്ട് അത് അതിന്റെ താളത്തിൽ വരുമ്പോഴേ ഉള്ളൂ ആ ഒപ്പന അതിന്റെ കൊട്ട് കിട്ടുക, ഒപ്പം അതിന് സ്റ്റെപ്പ് ഇടാനൊക്കെ പറ്റി. അപ്പൊ അതിന്റെ പാട്ട് പാടിയ ആൾക്കാരാണിത്. എങ്ങനെ ഉണ്ടായിരുന്നു? പാടുമ്പോ ടെൻഷൻ ഉണ്ടായിരുന്നോ? എന്തിനാ കുറച്ച് കഴിഞ്ഞപ്പോ ടെൻഷനായേ? അതെന്താ അറിയില്ല, അത് ഇങ്ങനെ തന്നെ അതെല്ലാവർക്കും. പക്ഷെ ഞങ്ങള് എന്താ പറയാ, സബ് ജില്ലയൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അതിന്റെ ഒന്നും പരമാവധി ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കളി നല്ലതായിരുന്നു. അപ്പൊ ഒരു ഒപ്പന പാട്ട് കൂടി കേട്ടാലോ നമുക്ക്? നല്ല എനർജിയിൽ നിങ്ങൾ സ്റ്റേജിൽ പെർഫോം ചെയ്തതിന്റെ ഇരട്ടി എനർജി വേണം. ചേർത്തിടും
അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും ഈ എനർജിയിൽ ഇങ്ങനെ തന്നെ കിട്ടാൻ നല്ല പ്രതീക്ഷയൊക്കെ ഉണ്ടായിരിക്കട്ടെ. ഇനി ഒരുപാട് ടീം പെർഫോം ചെയ്യാനുണ്ട്. അപ്പൊ നമുക്ക് നോക്കി കാണാം ആർക്കാണ് അർഹതയുള്ള അവർക്ക് കിട്ടട്ടെ അല്ലേ, അത്രേ ഉള്ളൂ. അപ്പൊ ക്യാമറ പേഴ്സൺ അനുശ്രീക്കൊപ്പം ഐഷത്തുൽ ഷംന, ന്യൂസ് 18. അതാണ് ഷംന ഒപ്പന കളിച്ചതൊക്കെ ഗംഭീരമായിരുന്നു. അപ്പോൾ ഷംനയുടെ കൂടുതൽ വാർത്തകൾ നമുക്ക് കാണാം. അതിനു മുമ്പ് അപ്പോൾ ഹരി ഇപ്പോൾ ടാഗോറിന് മുമ്പിൽ നിന്നും ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമെന്ന് പറയുന്നത് നാടകമാണ്. അപ്പോൾ നാടകം കാണാൻ ഇന്ന് ഒരുപാട് പേര് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവിടെ മത്സരം എപ്പോഴാണ് തുടങ്ങുന്നത്? അവിടെ നിന്നുള്ള വിശേഷങ്ങൾ എന്താണ്? അശ്വതി, രാവിലെയാണ് ഇവിടെ, പക്ഷെ ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. എന്നോടൊപ്പം ഇപ്പോൾ ഉള്ളത് ആലപ്പുഴ തുറവൂരിൽ TD ഹയർ സെക്കൻഡറി സ്കൂളിലെ തിരുമല ദേവസ്വം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. അവരുടെ നാടക മത്സരം ഇന്ന് നടക്കുന്നുണ്ട്. അവരുടെ അധ്യാപകനായ വിനോദ് സാറാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. സാർ, എത്രമാത്രം പ്രതീക്ഷയുണ്ട്? എത്ര നാളത്തെ പരിശ്രമമാണ്? ഒടുവിൽ വിദ്യാർത്ഥികളെയും കൊണ്ട് ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണോ? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളൊരു ജൂലൈ ലാസ്റ്റ് വീക്ക് +1 അഡ്മിഷൻ കഴിഞ്ഞിട്ടില്ല, സ്കൂൾ ട്രാൻസ്ഫർ നടക്കുന്നൊക്കെ സമയത്ത് തന്നെ കുട്ടികളെ ഓഡിഷൻ ചെയ്ത് എടുത്തതാണ്. അപ്പോൾ ആ ജൂലൈ ഒരു 28-ാം തീയതി ഞങ്ങൾ 28-29 ഞങ്ങൾ തുടങ്ങിയിട്ട് ഇത്രയും നാൾ നമ്മൾ ഒരു വർഷം എന്ന് തന്നെ പറയാം. എന്താണെന്ന് വെച്ചാൽ +1 ക്ലാസ് തുടങ്ങി ഉടനെ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു വർഷം. ഇനിയിപ്പോൾ പരീക്ഷയായി തുടങ്ങുന്നു, മോഡൽ എക്സാം ഒക്കെ ടൈം ടേബിൾ വന്നു കഴിഞ്ഞ്. അപ്പോൾ വളരെ സന്തോഷത്തിലാണ്. കുട്ടികൾ നാടകം കളിക്കുക എന്ന് പറഞ്ഞ ഒരു സംസ്കാരത്തെ രൂപപ്പെടുത്തുക കൂടിയാണ്. വെറുതെ ഒരു സാധനം കണ്ടുപോകുമല്ല, അവർ ചിന്തിക്കാനും പ്രതികരിക്കാനും ഒക്കെ പാകപ്പെടുകയാണ്. അങ്ങനെ ഒരു വർക്ക്ഷോപ്പാണ് കൊടുത്തിരിക്കുന്നത്. വെറും ഒരു നാടക അഭിനയം മാത്രമല്ല, ജീവിതത്തിൽ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു മനോബലം, അഭിപ്രായങ്ങളിൽ സ്ഥിരത ഉണ്ടാക്കുക, അങ്ങനെ കണ്ടുകൊണ്ടാണ് ഈ വർക്ക്ഷോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അശ്വതി, അതോടൊപ്പം തന്നെ ഇവരുടെ ഈ നാടകത്തിന്റെ തീം തന്നെ കുറച്ച് വെറൈറ്റിയാണ്. ഒരു വെറൈറ്റി തീമാണ് പിടിച്ചിരിക്കുന്നത്. അത് എന്താണെന്ന് വിനോദ് സാർ തന്നെ പറയും. എന്താണ് അങ്ങനെ ഒരു തീമിലേക്കുള്ള കാരണം? ആ തീം എന്താണെന്ന് ആദ്യം പറഞ്ഞിട്ട് എന്താണ്? അത് ശാകുന്തളമാണ്. നമുക്കറിയാം, സംഭവപർവത്തിലെ ശാകുന്തളം അറിയാം. അത് കാളിദാസൻ വളരെ ഗ്ലോറിഫൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രണയവും എല്ലാം ആയിട്ട് കൊണ്ടുവന്നു. ആ പ്രണയവും സാധനങ്ങളും എല്ലാം തന്നെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇതിന് പത്മപുരാണത്തിൽ വേറൊരു ചെറിയ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാളിദാസൻ വരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു കാഴ്ചയ്ക്ക് അപ്പുറം വേറെ ചില കാര്യങ്ങൾ പത്മപുരാണത്തിലുണ്ട്. അതാണ് ഞങ്ങൾ ഇതിലേക്ക് വേണ്ടി ശാകുന്തളം എടുക്കുമ്പോൾ തന്നെ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൽ ഞങ്ങളുടെ നാടകത്തിൻ്റെ പേര് സർക്കസ് എന്നാണ്. ഈ സർക്കസ് എടുത്തിരിക്കുന്നത് വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന് പറയുന്ന ഒരു കവിതയുടെ ആശയമുണ്ട്. ഭയപ്പെടുന്ന ഒരു മൃഗശിക്ഷകൻ. അപ്പോൾ ഇവിടെ ദുഷ്യന്ത രാജാവുണ്ട്, ശകുന്തളയുണ്ട്, അനസൂയ, പ്രിയമത, കണ്ണമഹർഷി, ദുർവാസാവ്, ദീർഘാഭംഗൻ എന്ന മാൻകിടാവ്. ഞങ്ങളുടെ മാൻകിടാവിന്റെ കൈയൊന്ന് എന്താ പറ്റി? എന്നാ സംഭവിച്ചു? ഒരു മാസം 18-ാം തീയതി, ഡിസംബർ 18-നായിരുന്നു. ഇനി ഒരു മാസം ആ പ്ലാസ്റ്റർ അങ്ങനെ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വേറെ ഒരു പ്രിയമത, ഇത് മൊത്തം പരിക്കുകളാണല്ലോ. പ്രിയമതയുടെ കാല് പോയി, മാനിന്റെ കൈ പോയി. NSS ക്യാമ്പിലൊന്ന് തെന്നി വീണതാണ്. അപ്പൊ ഒരുപാട് വെല്ലുവിളികളുണ്ട്. പക്ഷെ ഞങ്ങള് നല്ല സന്തോഷത്തിലാണ്. അവര് അത് ചെയ്യും. ആ പോരായ്മയിൽ നിന്നുകൊണ്ട് അവര്, അത് മാത്രമല്ല, ഇത്രയും പരിക്കുണ്ടെങ്കിൽ പോലും അവര് മത്സരിക്കാൻ തയ്യാറാണ്. അതൊരു ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്, ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് മാനിനോട് പോവാം. മാനെ, പറയൂ, ഈ കൈ എങ്ങനെയുണ്ട്? ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല, ഇപ്പൊ കുഴപ്പമില്ല. റെസ്റ്റ് ഒക്കെ എടുത്ത് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റും. ഈ സ്കൂൾ കലോത്സവം പങ്കെടുക്കുക എന്നുള്ള ഒരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ടാണോ ഈ കൈ ഒടിഞ്ഞിട്ടും വരുന്നത്? അതോ പ്രാക്ടീസ് നേരത്തെ തുടങ്ങിയത് കൊണ്ട് വന്ന് പെട്ടുപോയതാണ്? അല്ല, ഒരാഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ കലോത്സവത്തിന് വന്നതെന്നും പങ്കെടുക്കണമെന്നും നാടകത്തിൽ ചെയ്യണമെന്നും. അപ്പൊ ഇത് കുഴപ്പമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരിതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. ഉറപ്പായിട്ടും പൊളിക്കും. നമുക്ക് കാലിൽ തന്നെ പറ്റിയൊന്നും കൂടെ പറയാം. പറ്റിയ സ്ലിപ്പായതാണ്. എന്താ ക്യാമ്പിന് ലിഗമെന്റ് പ്രശ്നമുണ്ട്? എത്ര നാൾ എടുക്കും ഇത്? 1.5 മാസം റെസ്റ്റ് എടുക്കണം. പക്ഷെ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവര് ആ ഒരു പോരാട്ട വീര്യത്തെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. ഇതിനൊരു വേറെ പ്രത്യേകത കൂടിയുണ്ട് സാറേ. ഇത് സാർ മുന്നോട്ട് വരൂ. ഞങ്ങൾ രണ്ടുപേരും ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ മലയാള അധ്യാപകരാണ്. ഞങ്ങൾ തന്നെയാണ് ഇത് സ്ക്രിപ്റ്റ് എഴുതിയത്, ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും. പുതിയ ആവിഷ്കാരത്തിന്റെ തല ആദ്യം ഉദിക്കുന്നത് ആരിലാണ്? ഞങ്ങളങ്ങനെ ഒരു വെറൈറ്റി ആയിട്ട് സാധനങ്ങൾ ചെയ്ത് അങ്ങനെ പോരുന്നതാണ്. പഴയ കാഴ്ചയിൽ നിന്ന് പുതിയൊരു അവതരണം, അതിന്റെ
ആ നാടകം ഒന്ന് കാണണം. നമ്മളിപ്പോഴും പുറത്തേക്ക് അത് പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു. റിവീൽ ചെയ്യാതെ ഇങ്ങനെ വെച്ചേക്കാണ്, ആളുകൾ കണ്ട് ഞെട്ടട്ടെ. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ട് അതില്. ആ ക്യാരക്ടറൊക്കെ സ്റ്റേജിൽ ഇതൊരു ശാകുന്തളം കഥയിൽ ഇല്ലാത്തതാണ്. പക്ഷെ ശാകുന്തളത്തിൽ നമ്മൾ അവരുടെ ഒരു ആശ്രമമാണല്ലോ, കണ്ണാശ്രമത്തില് കുരങ്ങന്മാരൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് സ്വാഭാവികമായിട്ട് മാറിയ കുരങ്ങനല്ല, ഇത് രാജാവിന്റെ തേരാളിയായിരുന്നു. അയാളുടെ ഒരു മാറ്റമാണ്, അതിന്റെ ഒരു മാറ്റമാണ് നാടകത്തിന്റെ ഒരു 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 സാധനം. എന്ത് വിനയൻ, പറയൂ പേര് പറയൂ. പേര് ഉദിത്ത്. ഉദിത്ത്, എത്ര നാളായി ഉദിത്ത് പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിട്ട്? അത് സാറ് പറഞ്ഞതിന് അഡ്മിഷൻ കഴിഞ്ഞിടക്കാണ് പറയുന്നറിയില്ല ഡേറ്റ്. ഉദിത്ത് ഞെട്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ഉദിത്തിന്റെ ഫിഗറിലുണ്ട് ഞെട്ടിക്കുമെന്നുള്ളത്. ഇവിടെ ഒരു രാജാവ് ഉണ്ട്. ഇതെല്ലാം ഞങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടി ഇറക്കിയിരിക്കുക. രാജാവിന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. രാജകുമാരനാണ് ആദ്യം, കുമാരൻ രാജാവായി മാറുന്നത്. എന്താണ് പേര് പറയുന്നത്? സെറിൻ. എവിടെ എത്രയിലാ പഠിക്കുന്നത്? ഞാൻ +2 കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ സാർ, ഇവരൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. എനിക്ക് തോന്നുന്നത് അനസൂയയും ജോക്കർ. ജോക്കർ അല്ലേ? എനിക്ക് തോന്നി ജോക്കറാണ്. അതിന്റെയൊക്കെ മാറ്റമാണ് ഇത്. എങ്ങനെ മാറ്റി എന്നുള്ളത് അതാ ഞാൻ ആലോചിക്കുന്നത്. ശാകുന്തളം, ജോക്കർ, അനസൂയാണ്. അനസൂയ എങ്ങനെ ആയി മാറിയതിന് പിന്നില് അതാണ് ഞങ്ങൾ പറയാതെ വെക്കുന്ന ചില സാധനങ്ങൾ. ഒരുപാട് സർപ്രൈസ് എലമെന്റ് ഉണ്ട് കേട്ടോ. ശരി, നമ്മൾ പിടിച്ചേക്കുന്ന ടീം നിസ്സാരക്കാരൊന്നുമല്ല. അനസൂയാണ്. നിങ്ങൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ടെൻഷനാണ്. ഇത് പ്രിയമത. ഓക്കെ, ഇതാണ് ശകുന്തള. ശകുന്തള പറയൂ, എന്താണ് ശകുന്തളയുടെ പേര്? എത്രയാണ്? ഞാൻ +2. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ക്യാമ്പ് ഒരുമിച്ചെടുക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും നേരത്തെ നല്ല പരിചയമുള്ളവരാണ്, വന്നിട്ട് പരിചയപ്പെട്ടവരാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഇടയിലുള്ള റാപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? സെറ്റായി വരുന്നുണ്ട്? മൊത്തം സെറ്റായി. അപ്പൊ നിങ്ങളുടെ കോൺഫിഡൻസ് എത്ര മാത്രമാണെന്നുള്ളത് നിങ്ങൾ ഉറക്കെ പറയണം. ഓക്കെ, എത്രയാണെന്നുള്ളത്. ഇവിടെ എല്ലാവരുടെയും വിദ്യാർത്ഥികളുടെയും പാരന്റ്സും ഒക്കെ ഉണ്ട്, എല്ലാവരും ചേർന്നിരിക്കുകയാണ്. പക്ഷെ എനിക്ക് നിങ്ങളുടെ ഒരു ഏറ്റവും വലിയ ലാസ്റ്റ് ചിയർ വേണം, ഒരു മൊത്തത്തിൽ ഒരു ചിയർ. ഓക്കെ, 3, 2, 1 പറയുമ്പോ നിങ്ങൾ ഒരു ചിയർ വിളിക്കുക. ഓക്കെ, 3, 2, 1. അവരത്രയധികം ആത്മവിശ്വാസത്തിലാണ് അശ്വതി. 9:30 കൂടി തന്നെ നാടകം ടാഗോർ തിയേറ്ററിൽ നടക്കുന്നതായിരിക്കും. എന്തായാലും അവരുടെ വിശേഷങ്ങളിലേക്കാണ് എത്തിയത് അശ്വതി. ശരി, ഹരികൃഷ്ണനാണ് ടാഗോർ തിയേറ്ററിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇന്നത്തെ ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന ഇനം നാടകമാണ്. മറ്റൊന്ന് ഒപ്പനയാണ്, പ്രധാന വേദിയിലുള്ള ഒപ്പന. അവിടെ ഐഷത്തുൽ ഷംനയുമുണ്ട്. വരും മണിക്കൂറുകളിലും പ്രേക്ഷകരിലേക്ക് കലോത്സവ കാഴ്ചകളും വിശേഷങ്ങളും എത്തിക്കാം. അനന്തകല കേരള സ്കൂൾ കലോത്സവം പവർഡ് ബൈ ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ. നമ്മുടെ ഭാവിയാണ്, സോ നോ കോംപ്രമൈസ്. ജിടെക് ഇൻ അസോസിയേഷൻ വിത്ത് മിൽമ, രുചിയേറും നിമിഷങ്ങൾ. ഇനി നമ്മൾ നമ്മുടെ സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക് പോവുകയാണ്. ജനുവരി 5 അപ്പോൾ ജനുവരി 5 സ്പെഷ്യൽ ഡേ ആയിട്ട് ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ന്യൂസ് 18 കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിവാഹങ്ങളുടെ ദിവസങ്ങളാണ് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ സഹപ്രവർത്തകയായ ഹർഷയുടെ വിവാഹമാണ് ഇന്ന്. ഹർഷയ്ക്കും നവനീതിനും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹർഷ, നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് എത്താൻ കഴിയില്ല, അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും വക ആശംസകൾ. അടിപൊളിയാകട്ടെ. വളരെ ഊർജ്ജസ്വലയായിട്ടുള്ളൊരു പെൺകുട്ടിയാണ് ഹർഷ. അതുകൊണ്ട് തന്നെ നവനീത്, യു ആർ വെരി ലക്കി. അപ്പോൾ അടിപൊളിയായിട്ട് പോകട്ടെ രണ്ടുപേരുടെയും ജീവിതം. ഞങ്ങളുടെ ഗ്രാഫിക് ഡിസൈനർ റോബിന്റെ വിവാഹം ഇന്നലെയായിരുന്നു. റോബിനും റോഷ്നിക്കും വിവാഹമംഗള ആശംസകൾ. അപ്പോൾ രണ്ടുപേരും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുകയാണ് റോബിൻ ആൻഡ് റോഷ്നി. കൊല്ലം പട്ടാഴി സ്വദേശിയായ ബ്രഹ്മാനന്ദന്റെ 64ാം പിറന്നാളാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകയായ രശ്മിയുടെ അച്ഛനാണ്. അച്ഛൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. പേരാമംഗലം സ്വദേശികളായ
വിപിന്റെയും സീതാലക്ഷ്മിയുടെയും മകളായ ജാൻവിയുടെ 1ാം പിറന്നാളാണ് ഇന്ന്. അപ്പൊ ജാൻവി മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹാപ്പി ബർത്ത്ഡേ മോളെ. ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിന്റെ വിവാഹ വാർഷികമാണ് ഇന്ന്. 10ാമത്തെ വിവാഹ വാർഷികമാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. ടോമിനും പിങ്കുവിനും എല്ലാവിധ ആശംസകളും. ഹാപ്പി ആനിവേഴ്സറി. കൊല്ലം അഞ്ചലിലെ ശ്രീകുമാറിന്റെ പിറന്നാളാണിന്ന്. ശ്രീകുമാർ, ഹാപ്പി ബർത്ത്ഡേ ടു യു. നമുക്ക് ശബരിമലയിലേക്ക് ഒരിക്കൽ കൂടി പോകാം. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 89,106 ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. 22,516 പേർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് മല കയറിയത്. ഇന്ന് രാവിലെയും നല്ല തിരക്ക് തുടരുകയാണ്. 8 മണിവരെ 27,171 ഭക്തർ മല കയറി. ശബരിമലയിൽ നല്ല തിരക്ക് തുടരുന്ന സാഹചര്യമാണ് ഇന്നും നമുക്ക് രാവിലെ കാണാൻ സാധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒക്കെ പോലെയുള്ള തിരക്ക്. പക്ഷേ മിനിയാന്ന് ഏതാണ്ട് 1 ലക്ഷം കടന്നു. അത്രത്തോളം തീർത്ഥാടകരുടെ തിരക്ക് ഇന്നലെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്ക് കാണാൻ സാധിച്ചു. എന്നിരുന്നാൽ തന്നെയും ഇന്നിപ്പോ രാവിലെയൊക്കെ നമുക്ക് നല്ല തിരക്കാണ്. ഈ ഫ്ലൈ ഓവർ നിറഞ്ഞ ഭക്തർ എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ തീർത്ഥാടന കാലം, ഉത്സവകാലം അവസാനിക്കാൻ ഏതാണ്ട് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് ഈ മകരവിളക്ക് അതിനേതാണ്ട് ഈ തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുന്നതിനൊക്കെ ഇനി ഒരു ആഴ്ച മാത്രമാണ് ബാക്കിയുള്ളത്. 11-ന് എരുമേലി പേട്ടതുള്ളൽ, 12-ന് തിരുവാഭരണ ഘോഷയാത്ര. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ശബരിമല തീർത്ഥാടനവുമായി പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് ഈ സന്നിധാനം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തിരക്ക് ഇനിയുള്ള ദിവസങ്ങളിലും തുടരും എന്നൊരു പ്രതീക്ഷയിലേക്ക് ഭക്തർ ഈ പോലീസും മറ്റും എത്തുന്നത്. എന്തായാലും മിനിറ്റിൽ ഏതാണ്ട് 75ഓളം തീർത്ഥാടകർ ഇപ്പോഴും വളരെ വേഗത്തിൽ കടത്തിവിടുകയാണ് 18-ാം പടി വഴി. അങ്ങനെ അതുവഴി പരമാവധി ഭക്തരെ കടത്തിവിട്ടുകൊണ്ട് ഈ എത്തുന്ന ഭക്തർക്ക് ഒരുപാട് നേരം കാത്തു നിൽക്കാതെ ഏതാണ്ട് അരമണിക്കൂർ അല്ലെ 1 മണിക്കൂറൊക്കെ വരെ കാത്തു നിൽക്കുന്ന നിലയിലേക്ക് മാത്രം എത്തിക്കാനുള്ള ഒരു ശ്രമകരമായ ദൌത്യമാണ് ഇവിടെ പോലീസും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരക്ക് തുടരുന്നു. ഞായറാഴ്ച സാധാരണഗതിയിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറില്ല. ഇന്നും ഒരുപക്ഷെ വൈകുന്നേരം എത്തിയാൽ മാത്രമേ അങ്ങനെ ഒരു അന്തിമമായ വ്യക്തത വരികയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ പതിവ് തിരക്ക് തന്നെയാണ് ഈ ശബരിമല സന്നിധാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. KSRTC ബസ് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായം ഗതാഗത വകുപ്പ് മന്ത്രി മരിച്ചവരുടെ വീട്ടിലെത്തി വിതരണം ചെയ്തു. 10 ലക്ഷം രൂപയുടെ ചെക്കാണ് മന്ത്രി ബന്ധുക്കൾക്ക് നൽകിയത്. 2024 ഒക്ടോബർ 8-നായിരുന്നു തിരുവമ്പാടി കളിയാമ്പുഴ മേൽപ്പാലത്തിൽ നിന്നും KSRTC ബസ് പുഴയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. അപകടത്തിൽ മരിച്ച കോടഞ്ചേരി പഞ്ചായത്തിലെ കണ്ടപ്പഞ്ചാൽ സ്വദേശിനി കമല, തിരുവമ്പാടി പഞ്ചായത്തിലെ ആനക്കാംപോയിൽ സ്വദേശിനി ത്രേസ്യാമ്മ എന്നിവരുടെ കുടുംബങ്ങൾക്കുള്ള ധനസഹായമാണ് വീടുകൾ നേരിട്ടെത്തി മന്ത്രി ഗണേഷ് കുമാർ വിതരണം ചെയ്തത്. കുടുംബങ്ങൾക്ക് ഇപ്പോൾ നൽകിയത് KSRTC നൽകുന്ന ഇൻഷുറൻസ് തുകയാണ്. സാധാരണ ഇത് നൽകാറുള്ളത് റിസർവ് ചെയ്യുന്ന യാത്രക്കാർക്കാണ്. എന്നാൽ ഈ അപകടം പ്രത്യേക കേസായി പരിഗണിച്ചുകൊണ്ടാണ് തുക നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. നമ്മളിത് അപകടം പറ്റി മരിക്കുന്നവർക്കുള്ള ഇൻഷുറൻസ് ആണ്. അപ്പോൾ അത് KSRTC യൂഷ്വലി കൊടുക്കുന്നത് ഈ റിസർവ്ഡ് ചെയ്ത യാത്രക്കാർക്ക്, ലോക്കൽ ബസ്സുകളിൽ കൊടുക്കാറില്ല. പക്ഷെ ഇതൊരു പ്രത്യേക കേസായിട്ട് നമ്മൾ കൊടുക്കുകയായിരുന്നു. അന്ന് പരിക്ക് പറ്റിയവർക്കുള്ള ചിലവുണ്ട്. നഷ്ടപരിഹാരം അന്ന് KSRTC പറഞ്ഞിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞാൽ വണ്ടി ഇൻഷുർ ചെയ്തിരുന്നു. പക്ഷേ റിസർവ് പാസഞ്ചർക്കാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് മരണം സംഭവിച്ചുകൊണ്ട് നമ്മൾ സ്പെഷ്യൽ കേസായിട്ട് വാങ്ങിയെടുത്താണ്. ഇൻഷുറൻസ് കമ്പനിയോട് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ തന്നതാണ്. പരിക്കേറ്റവർക്കുള്ള ചികിത്സാ ചെലവ് നേരത്തെ KSRTC നൽകിയിരുന്നു. മന്ത്രിയോടൊപ്പം തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്, കോടഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് അലക്സ്, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് 18 കോഴിക്കോട്. എന്തായാലും 10 ലക്ഷം രൂപയുടെ ചെക്കാണ് മന്ത്രി വീട്ടിലെത്തി ബന്ധുക്കൾക്ക് കൈമാറിയത്. നിരവധി വാർത്തകളുള്ളൊരു ദിവസമാണ്. ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്ത് കലോത്സവം നടക്കുന്നു. അവിടേക്ക് ഇന്ന് കൂടുതൽ ആളുകൾ അവധിയായതുകൊണ്ട് തന്നെ എത്തും എന്ന് പ്രതീക്ഷിക്കുകയാണ്. 2ാമത്തെ ദിവസമാണ് ഇന്ന്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.